പെർഫെക്ഷനോട് കൂടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി എക്സസ് ചെയ്യുന്നേ ചെയ്യുള്ളൂ. അതെ. അപ്പോൾ പെർഫെക്ഷൻ ഇല്ലാത്ത ഇന്നോവേഷൻ വരുമ്പോൾ അവിടെ ഇൻപെർഫെക്ഷൻ വരും. തീർച്ചയായിട്ടും. അപ്പോൾ ഇൻപെർഫെക്ഷനോട് കൂടെ മൂവ് ചെയ്യണമെങ്കിൽ ആ. എങ്കിലും യൂണീക്ക് ആശയങ്ങൾ വരുള്ളൂ. അപ്പോൾ ഈ ഫീച്ചേഴ്സിനെ കസ്റ്റമറിൻ്റെ ബെനിഫിറ്റായിട്ട് പറയാൻ കഴിവുള്ളവനായിരിക്കണം സെയിൽസ് പേഴ്സൺ. അതെ. ഈ നോളജ് അവനെ ഇല്ലെങ്കിലോ അത് ട്രെയിനിങ്ങിലൂടെ വരണ്ടാണ്. അത് ട്രെയിനിങ് പെടുത്തണം. ഞാൻ കാണുന്ന ഒരുപാട് സ്ഥാപനത്തിൽ ഈ വെൽവിഷർ എന്ന് നടിക്കുന്ന ഈ ബ്ലോക്കേഴ്സ് എന്ന് പറയേണ്ടത്, അവർ ശരിക്കും ബിസിനസ്സിനെ ബ്ലോക്ക് ചെയ്യുന്നവരാണ്. വെൽവിഷറായിട്ട് ഇൻ ബിറ്റ്വീൻ MD അല്ലെങ്കിൽ ചെയർമാൻ്റെയും ഈ സ്ട്രാറ്റജി ടീമിൻ്റെയും ഇടയിൽ നിൽക്കും. ജെൻ സീനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ജെപിക്ക് പറ്റുമോ? ജെൻസിനെ പണിയെടുപ്പിക്കാനായിട്ട് ഇന്ന് പറ്റിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം ഇന്ന് ജെൻസിയാണ് ഉള്ളത്. അതെ. സംരംഭകൻ്റെ ഒരു ധാരണയുണ്ട്, കിട്ടുന്നല്ല അവൻ്റെ ലാഭമാണ്. അതെ. ഇത് തെറ്റാണ്. ഇത് മാറ്റേണ്ട സമയമായി. സംരംഭകൻ ഉണ്ടാക്കിയിരിക്കുന്ന വരുമാനത്തിൻ്റെ സെർട്ടൻ പേഴ്സൻറ്റേജ് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ അവൻ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് നിന്നുപോകും. ദുബായിലെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇതേ പേഴ്സണിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? അവൻ അവിടെ വർക്ക് ചെയ്തില്ലെങ്കിൽ അവൻ്റെ വിസ 6 months ബാൻ ചെയ്യും. ഞാൻ ഉണ്ടായിരുന്നു ദുബായിൽ. എൻ്റെ ഏറ്റവും വലിയ ഫിയർ എന്തായിരുന്നു അറിയൂ? ഇത് ശരിക്കും പ്രൊഡക്റ്റീവ് ആയില്ലെങ്കിൽ എന്നെ ബാൻ ചെയ്യും 6 months. ശരിക്കും 8,000-നും 10,000-നും ജോലി നോക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 8,000 രൂപയ്ക്ക് ഒന്നും ആവില്ല, 10,000 രൂപയ്ക്ക് ഒന്നും ആവില്ല. വെറുതെ ശരീരം ഒരു ഭാരമായി തോന്നി വല്ലോൻ്റെ കസേരയിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നതിന് പകരം നിനക്കെന്താ വേണ്ടുന്നൊരു കണക്ക് നീ ഉണ്ടാക്കുക. എന്നിട്ട് നീ അവരോട് പറ, എനിക്കിത് വേണം, പകരം ഞാൻ നിനക്കിത് തരാം. ആ ഒരു ചോദിച്ച് മേടിക്ക്. സുബിലാൽജി, ഇതാണ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു സാധനം നമ്മൾ ബിൽഡ് ചെയ്യണം. ഇവിടെ നമുക്ക് വീണ്ടും സ്കൂളിൽ കയറണം. വെൽക്കം ടു ഗ്രോ ടോക്സ് പവേർഡ് ബൈ ഐബാർക്ക് ടെക്നോളജീസ്. കേരളത്തിലെ ആദ്യത്തെ AI പവേർഡ് പോഡ്കാസ്റ്റ് ആണ് ഗ്രോ ടോക്സ്. ഈ ഗ്രോ ടോക്സ് ചാനലിൽ വരുന്ന എല്ലാ പോഡ്കാസ്റ്റുകളും നിങ്ങൾക്ക് AIയുമായിട്ട് ചാറ്റ് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ പോഡ്കാസ്റ്റിലെ കണ്ടന്റിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. കൂടാതെ എല്ലാ സ്പീക്കേഴ്സിനെയും കോൺടാക്റ്റ് ചെയ്യാനും അവരുടെ സർവീസിനെ കുറിച്ച് അറിയാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നമ്മളുടെ ഈ AI പവേർഡ് പോഡ്കാസ്റ്റിലൂടെ. ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ശ്രീ ജയപ്രകാശ് ബാലൻ എന്ന് പറയുന്ന 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള 5 ലക്ഷത്തോളം പേരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിലെ പ്രമുഖമായ 550ഓളം കമ്പനികളെ ട്രെയിൻ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാം ഈ ട്രെയിനിങ്ങിൻ്റെ പർപ്പസ് എന്താണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇൻ ദി എൻഡ് ഈ ട്രെയിനിങ്ങിലൂടെ ഏതെങ്കിലും കമ്പനി രക്ഷപ്പെട്ടിട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് പച്ചയ്ക്ക് ചോദിച്ചറിയാം. സോ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ജയപ്രകാശ് ബാലൻ ടു ഗ്രോ ടോക്സ്. JP, വെൽക്കം ടു ഗ്രോ ടോക്സ്. താങ്ക് യു. ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിക്കോളൂ ഫ്രം യുവർ സൈഡ്. ഇപ്പോൾ ഓൾറെഡി സുബിലാൽ പറഞ്ഞല്ലോ, ഇതിനപ്പുറത്തേക്ക് ഒന്നില്ല, കുറേ തള്ളൽ കൂടിയെന്ന് തോന്നുന്നില്ല. ഞാൻ തന്നെ ഇത് ഒരു 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് 15 വർഷമായിട്ട് വരാൻ കാരണം, ഞാൻ വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്ന് വന്ന് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് അത്രയൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗത്തിൻ്റെ ഭാഗമായിട്ട് നീഡ് ബേസ്ഡായ ട്രെയിനിങ്ങിൽ വന്നതെങ്കിലും ആദ്യത്തെ ഒരു 100-100ഓളം കമ്പനികൾക്ക് ചെയ്ത് ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അവിടെ നിന്ന് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പം അതിൽ നിന്ന് എന്താണ് ശരിക്കും ഒരു സംരംഭകൻ്റെ ആവശ്യം എന്നതിനെ പഠിച്ച് ഒരു കസ്റ്റമൈസ്ഡ് വേർഷൻ യൂണീക്കായിട്ട് കൊണ്ടുവന്നപ്പം ഞാൻ JP കോർപ്പറേറ്റ് ട്രെയിനർ എന്ന പേരിലായി. അല്ല JP, ഈ സംരംഭകന് പഠിക്കാനും സമയമുണ്ടോ? സംരംഭകന് പഠിക്കാൻ സമയമില്ല. സംരംഭകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി JP ഒരു കോർപ്പറേറ്റ് ട്രെയിനറായിട്ട് വരുന്ന സമയത്ത് അവിടെ ആരെയാണ് സംരംഭകരെ പഠിപ്പിക്കാൻ തന്നെയാണോ ആസ് എ ട്രെയിനർ? അല്ല, സംരംഭകനും പഠിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അറിയേണ്ടതുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ സംരംഭകനാകുന്നത് മെജോറിറ്റി ആളുകൾ ഒന്നില്ലെങ്കിൽ പാരൻ്റ് നൽകിയൊരു കമ്പനിയുടെ ഉടമയായിട്ട് വരുന്നു, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നു. സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്, അതായത് വേറെ കമ്പനിയോട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളെ കോപ്പി ചെയ്തിട്ട് ബിസിനസ്സുകാരനാകുന്നു. ഈ 3 കാറ്റഗറി ആളുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പേരൻസ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരാളുണ്ടാകാം, 2 സെൽഫ് എംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ടാകാം, മറ്റൊന്ന് ഫ്രണ്ട്സും സർക്കിളും അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിരുചിക്ക് അനുസരിച്ച് ഏതെങ്കിലും ഒരു ബിസിനസ്സിനെ എടുത്തു വരുന്നവരും ഉണ്ടാകാം. അങ്ങനെ വന്നപ്പോൾ സംരംഭകൻ അവൻ്റെ നോളേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പുറത്ത് അതിനപ്പുറത്തേക്ക് കുറേ അറിവുകളുണ്ട്. ആ അറിവുകൾ അവൻ ഇൻകോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ്റെ ബിസിനസ് സക്സസ് ആകണമെന്നില്ല, അല്ലേ? പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നത് തോന്നുന്നത്, സംരംഭകൻ പ്രൈമറിലി ടു മേക്ക് പ്രോഫിറ്റ് ഓർ ടു മേക്ക് മണി എന്നുള്ളതാവണ്ടേ അവൻ്റെ ഒബ്ജക്റ്റീവ്? പൈസ ഉണ്ടാക്കുന്നവനാണോ സംരംഭകൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത്
പൈസ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് സംരംഭകനാകെ. തിയററ്റിക്കലി യെസ്. ഉം. പക്ഷേ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത്, എടാ നീ എന്തിനാ ബിസിനസ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ജോലിയിൽ കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ബെൻസ് വാങ്ങണം, Yes. വേൾഡ് ട്രാവൽ ചെയ്യണം. Yes. സോ ദ അൾട്ടിമേറ്റ് എയിം ഓർ ദ പ്രൈമറി മോട്ടീവ് ഈസ് ടു മേക്ക് മോർ മണി. Yes. എന്നിട്ടാണ് അവർ ആലോചിക്കുന്നത് ഞാൻ എന്ത് ബിസിനസ് തുടങ്ങും. Yes. ദെൻ ദേ ഗോ ഫോർ റിസർച്ച്. Yes. അങ്ങനെയല്ലേ പലരും. എക്സാക്ട്ലി അങ്ങനെ തന്നെ. അപ്പോൾ അതിങ്ങനെ കൊടുക്കണം. ബിസിനസ്സിലേക്ക് റിസർച്ച് വരുമ്പോൾ പൈസ ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴും ഉം. സമൂഹത്തിന് എന്തെങ്കിലും കൊടുത്തിട്ടല്ലേ എടുക്കുന്നത്. തീർച്ചയായിട്ടും. സമൂഹത്തിന് കൊടുക്കുന്നതിൻ്റെ നമ്മൾ എത്ര പേരെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ. കൂടുതൽ പേരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ്, സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഉം. കൂടുതൽ പേരിലേക്ക് എത്തുവാണെങ്കിൽ, അതായത് കൂടുതൽ പേരെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത്. അതെ. ഫോർ എക്സാമ്പിൾ യൂസഫ് അലി സാറ് 72,000 പേരെ കൈകാര്യം ചെയ്യുന്നുണ്ട്, 72,000 സ്റ്റാഫിനെ സ്റ്റാഫിനെ. Great. അപ്പോൾ 72,000 ഫാമിലീനെ അദ്ദേഹം കൈകാര്യം empower ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. Yes. അതിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആൾ നല്ല റിച്ചായി. അതെ. അല്ലേ? അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഫ്ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ അതെ. വന്നിട്ടുണ്ടാകുക. അതെ. പക്ഷെ അദ്ദേഹം 72,000 പേരെ വെച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ അദ്ദേഹത്തിൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതെ. അങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തപ്പോഴല്ലേ ആൾ റിച്ചായത്. അതെ. ഇതാണ് എൻ്റെ ബിലീഫ് സിസ്റ്റം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ Yes. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഷുഡ് ഹാവ് എ ഗോൾ. നമ്മൾ പറയുന്ന പോലെ അവർക്ക് എന്ത് വേണം, പേഴ്സണൽ ഗോൾ. ദെൻ ദേ ഷുഡ് ഹാവ് എ ബിസിനസ് പ്ലാൻ. യെസ്. എന്ത് പ്രൊഡക്റ്റ്, ഏത് മാർക്കറ്റിൽ, എത്ര വലിയ മാർക്കറ്റാണ്, എത്ര Yes. നീഡ് ഉണ്ട്, യെസ്. അവർ ആ കസ്റ്റമേഴ്സ് എത്ര സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് ഈ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട്, ഇത് കണ്ടെത്തണം. യെസ്. ഇത് കണ്ടെത്തിയിട്ട് ദെൻ പ്രൊഡക്ഷൻ, പ്രൊഡക്റ്റ് Yes. ഉണ്ടാക്കണം, യെസ്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യണം. യെസ്. എന്നിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തുന്ന പ്രോസസ്സിലേക്ക് ഓർഗനൈസേഷൻ, മാൻ പവർ, സെയിൽസ്, മാർക്കറ്റിംഗ് അങ്ങനെ ബിൽഡ് ചെയ്യണം. ഇതല്ല എൻ്റെ ഒരു പ്രോസസ്സ്. അതെ. അതെ. ഇതിനകത്ത് ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ എനിക്ക് തോന്നുന്നത് ബിൽ ഗേറ്റ്സോ അല്ലെങ്കിൽ റിലയൻസ് പോലും ചെയ്യുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ബിലീവ് ചെയ്തില്ല. അപ്പോൾ നമുക്കവിടെ വളരെ വളരെ പ്രമുഖമായി തോന്നുന്നു പല കമ്പനികൾക്കും കൃത്യമായ സ്ട്രെച്ചോടൊന്നുമല്ല. അപ്പോൾ എല്ലാം സ്ട്രെച്ചേഡായിട്ട് ഒന്നും നടക്കില്ല എന്നാണ് എൻ്റെ വിചാരം. ഒരു കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ട്രെയിനർ ഒരു വലിയ പബ്ലിക് ഇവന്റിൽ പറയണ്ടായി, ആ. എൻ്റെ ബിസിനസ്സിൽ സക്സസ് ആയ എല്ലാ ബിസിനസ്സും പ്ലാൻ ബേസ്ഡ് ആയിരുന്നില്ല, ഗട്ട് ബേസ്ഡ് ആയിരുന്നു. ഉള്ളിൽ നിന്നൊരു തോന്നൽ വന്നു, ഫയർ വന്നു, ചെയ്തു, സക്സസ് ആയി. പക്ഷെ പ്ലാൻ ബേസ്ഡ് പോയതൊന്നും സക്സസ് ആകുന്നില്ല. 50-50. ഇത് പറയട്ടെ, ഇതിനകത്ത് നമ്മളിപ്പം പ്ലാൻ ബേസ്ഡ് ആകുക എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി അറിയുന്ന സയൻസിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതെ. നേരത്തെ കൂട്ടി അറിയുന്ന സയൻസ് ആണെങ്കിൽ അത് വേറെ ആരെങ്കിലും ഉപയോഗിച്ചതായിരിക്കും. ആയിരിക്കും. അല്ലേ? അതെ. അപ്പോൾ പെർഫെക്ഷനോട് കൂടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി എക്സസ് ചെയ്യുന്നേ ചെയ്യുള്ളൂ. അതെ. അപ്പോൾ പെർഫെക്ഷൻ ഇല്ലാത്ത ഇന്നോവേഷൻ വരുമ്പോൾ അവിടെ ഇൻപെർഫെക്ഷൻ വരും. തീർച്ചയായും. അപ്പോൾ ഇൻപെർഫെക്ഷനോട് കൂടെ മൂവ് ചെയ്യണമെങ്കിൽ ആ. എങ്കിലും യുണീക്ക് ആശയങ്ങൾ വരുള്ളൂ. അതെ. അപ്പോൾ എല്ലാം പ്ലാൻഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പക്ഷെ അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇംപെർഫെക്ഷനോട് കൂടി ഒരു ബിസിനസ്സിന് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല. യു ഹാവ് ടു സ്പ്ലിറ്റ് പെർഫെക്റ്റ് പാർട്ട് ആൻഡ് ഇംപെർഫെക്റ്റ് പാർട്ട്. Yes. അതുകൊണ്ടാണ് നമ്മൾ സംരംഭകരോട് പറയുന്നത്, യു നെവർ ഗെറ്റ് ഇൻ ടു യുവർ ബിസിനസ്, Yes. യു ബി ഔട്ട്സൈഡ് ഒരു ബിസിനസ്. Yes. സോ ബിസിനസ് ആസ് എൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹെയറാർക്കി പ്രകാരം അത് പ്രീ ഡിഫൈൻഡ് ടാസ്കുകളെ എക്സിക്യൂട്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ ആ കാറ് മുന്നോട്ട് പോകും. Yes. ദ ഫൗണ്ടർ ഹാസ് ടു ബി ഔട്ട്സൈഡ്. ഫൗണ്ടർ പുറത്തുള്ള സാധ്യതകളെ മനസ്സിലാക്കി കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്ത് ന്യൂ പ്രൊഡക്റ്റ് ഇന്നോവേഷൻസിലേക്ക് പോയി ദെൻ ഹി ബ്രിങ്സ് ന്യൂ തിങ്സ് ഇൻ ടു ദ ടേബിൾ Yes. ആൻഡ് ബിൽഡ്സ് ഓർ എക്സ്പാൻഡ്സ് ദ ടീം ടു ഓപ്പറേറ്റ് ദാറ്റ് ഓൾസോ. Yes. ആ രീതിയിലല്ലേ പോകുന്നത്. അതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പറയണം. ആ. അതായത് ഒരു ബിസിനസ് വളരുന്നത് ഇങ്ങനെയാണ് വരിക. ഇൻഡിവിജ്വൽ ഡ്രിവൺ കമ്പനി ആയിട്ടാണ് ആദ്യം വരിക. അപ്പോൾ Yes. ഇൻഡിവിജ്വൽ ഡ്രിവൺ കമ്പനി എന്ന് പറയുമ്പോൾ എൻ്റെ സ്ഥാപനത്തിനകത്ത് നടക്കുന്ന A to Z കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അവെയർഡായിരിക്കും. ആ. എനിക്ക് അവെയർഡായിട്ടുള്ള ബിസിനസ്സിലേക്കാണ് ഞാൻ പീപ്പിളിനെ ഇൻവൈറ്റ് ചെയ്യണത്. അതെ. അപ്പോൾ ഞാൻ എനിക്ക് അവെയർഡായ കാര്യങ്ങൾ ഓരോ പീപ്പിളിലേക്ക് കൊടുക്കുകയാണ്. ഉം. ഞാൻ HR വെക്കുന്നു, സെയിൽസ്മാൻ വെക്കുന്നു, മാർക്കറ്റിംഗ് മാനേജർ വെക്കുന്നു. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് കൊടുത്തു. അതിനാണ് പീപ്പിൾ ഡ്രിവൺ കമ്പനി എന്ന് പറയുന്നത്. Okay. അതായത് ഇൻഡിവിജ്വൽ ഡ്രിവൺ കമ്പനി ടു പീപ്പിൾ ഡ്രിവൺ കമ്പനി. പീപ്പിൾ വരുമ്പോൾ എനിക്ക് ഞാൻ കൃത്യമായിട്ട് ചെയ്തിരുന്നു, കാരണം എല്ലാം എനിക്ക് അറിയാവുന്ന ബിസിനസ്സാണ്. പക്ഷേ എൻ്റെ പീപ്പിൾ വന്നപ്പോൾ എൻ്റെ അത്ര വിഷൻ അവർക്കില്ല എന്നുള്ളത് വന്നപ്പോൾ ഞാൻ എല്ലാവർക്കും ഓരോ സിസ്റ്റംസ് കൊടുക്കുകയാണ്. നീ ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത്, ഇത്ര പേരെ കോൾ ചെയ്യണം, ഇത്ര പേരെ കോൾ ചെയ്ത് ലീഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര പേരെ പ്രോസ്പെക്റ്റ് ആവും, ഇത്ര പേര് പ്രോസ്പെക്റ്റ് ആയി കഴിഞ്ഞാൽ ഇത്ര പേര് സെയിൽസ് ക്ലോസ് ആവും. ഈ പ്രൊസീജിയർ ഞാൻ ബിൽഡ് ചെയ്യും. അതിനാണ് പറയുന്നത് സിസ്റ്റം ഡ്രിവൺ കമ്പനി. അതെ. അതായത് കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ ഈ പുതിയ യുണീക്ക് ആശയമാണെങ്കിലും ഇൻഡിവിജ്വൽ ഡ്രിവൺ കമ്പനി ടു പീപ്പിൾ ഡ്രിവൺ കമ്പനി, പീപ്പിൾ ഡ്രിവൺ കമ്പനി ടു സിസ്റ്റം ഡ്രിവൺ കമ്പനി, സിസ്റ്റം ഡ്രിവൺ കമ്പനി ടു ഡാറ്റ ഡ്രിവൺ കമ്പനി. അതെ. അതായത് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കുറേ ഡാറ്റ ഉണ്ടാവും. പിന്നെ ഡാറ്റ വെച്ചിട്ട് ആ സെയിൽസ് പേഴ്സൺ ഇന്ന് എത്ര പേരെ കോൺടാക്ട് ചെയ്തു, അതിൽ നിന്ന് എത്ര എണ്ണം ക്ലോസ് ആയി. അപ്പോൾ ഡാറ്റ ഇവൻ്റെ പെർഫോമൻസിന് കുറച്ചുകൂടെ മാറ്റം വരുത്താനുണ്ട്. ഈ പെർഫോമൻസിൽ ഇവൻ്റെ പ്രസൻറ്റേഷൻ രീതി ശരിയായിട്ടില്ല, പ്രസൻറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട, അത് ഡാറ്റ പറയും.
അപ്പോൾ അങ്ങനെ ഗ്രോത്ത് ചെയ്യുന്നതാണ്. ഏത് യുണീക്ക് ആശയത്തിനെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. യുണീക്ക് ആശയത്തിനെ റിസർച്ചിൻ്റെ പുറത്ത് കണ്ടെത്തിയൊരു ആശയത്തിന് അത് ഇൻഡിവിജ്വൽ ഡ്രിവൺ കമ്പനി എൻ്റെ തലയിൽ കയറി അതെൻ്റെ പീപ്പിളിലേക്ക് കൊടുത്ത് അതിലേക്ക് സിസ്റ്റം ബിൽഡ് ചെയ്ത് അതിലേക്ക് ഡാറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് ഒരു കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഒരു ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പ്രോസസ്സിൽ ഈ KPIs അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ സിസ്റ്റം മോണിറ്ററിങ് ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇത് വളരെ റിലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 15 വർഷം മുൻപ് സുബിലാൽ നോക്കിക്കോളൂ, ഒരു 20 വർഷം മുൻപ് നോക്കിക്കോളൂ. അന്ന് നമ്മളെല്ലാം ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ നീഡ് ബേസ്ഡ് ആണ്. അതെ. അതായത് എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയതല്ല, ഞാൻ വളരുമായിരുന്നു. ഞാൻ വളർന്നുകൊണ്ടാണ് ട്രെയിനറായത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും, ശരിയല്ലേ? പക്ഷേ ഇന്ന് നമുക്ക് 2 മക്കളുള്ളൂ. ഞാൻ തമാശ രൂപേണ പറയാറുണ്ട്, നേരത്തെ 25 വർഷം മുൻപ് നമ്മൾ 4-5 എണ്ണത്തിനെ ഉണ്ടാക്കിയിടും അച്ഛനമ്മമാർ. അതിൽ 1-2 പേടായിരിക്കും, 1-2 ചത്തൊക്കെ പോകും. അപ്പോൾ 2 മാത്രമേ നിൽക്കുള്ളൂ. അതിനുവേണ്ടി 4-5 എണ്ണത്തിന് ഉണ്ടാക്കിയിടുകയാണ്. ഇന്ന് 2 ഉള്ളൂ. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഞാൻ കൊടുത്ത് വളരുമ്പോൾ അവനിൽ ഒട്ടും നീഡില്ല. അവൻ നീഡ് ബേസ്ഡ് അല്ല വളരുന്നത്. അപ്പോൾ അവന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തിന് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് KPI KRയുടെ യൂസ് വരുവാണ്. അതായത് എന്നെ മെഷർ ചെയ്യുന്നൊരു സ്കെയിൽ, ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തേ പറ്റൂ. അത് പറയുന്ന ഹ്യൂമൻ ബീയിങ് അല്ല പറയണേ, ഡോക്യുമെൻ്റ് ആണ് സംസാരിക്കുന്നത്. ഡോക്യുമെൻ്റ് എൻഡ് ഓഫ് ദ മന്ത് സാലറിയുടെ അഗൻസ്റ്റ് നിൻ്റെ പെർഫോമൻസ് ഇത്രയാണ്, അതുകൊണ്ട് നിനക്ക് ഇത്രേ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഡോക്യുമെൻ്റ് സംസാരിക്കുന്ന രീതി വന്നാലാണ് ഇനി ആളുകൾ പ്രൊഡക്റ്റീവ് ആകുള്ളൂ. അതിനാണ് ഉപയോഗിക്കുന്ന KR ആൻഡ് KPI. ഇത് ഇന്നത്തെ കാലത്തിൽ വളരെ മസ്റ്റായിട്ടും വേണ്ടതാണ്. നേരത്തെ അത് വേണ്ടായിരുന്നു, കാരണം ഞാൻ സ്വയം എനിക്ക് വളരണം എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് ആർക്കും വളരേണ്ട ആവശ്യമില്ല, അവർ വളർത്തി വന്നിട്ടുള്ളതായതുകൊണ്ട് ഇന്ന് വളർത്തേണ്ട ഉത്തരവാദിത്വം സംരംഭകരാണ്. ഈ KPI KR യൂസ് ചെയ്യുമ്പോഴേ സംരംഭകർ പലരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും അവരുടെ ടീമിൻ്റെ കൂടെയാണ്, അവരുടെ സ്റ്റാഫിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണ് എന്തിന്, ആ മന്തിൻ്റെ ഗോളെ അച്ചീവ് ചെയ്യാനായിട്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ചില ആൾക്കാർ അത് പെർഫോമൻസിൽ ഭയങ്കര മോശമായിരിക്കും, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ. പക്ഷേ ഇന്ത് ചെയ്യാൻ സംരംഭകൻ വൈകുന്നേരം നോക്കുന്നത് എന്തായി, വണ്ടി എത്ര ദൂരം എത്തി, ഇനി കുറേ കൂടെ ദൂരം പോകാനുണ്ട്. അവിടെ ചില സമയത്ത് ഇവർക്ക് ഉള്ളിൽ തോന്നുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഗോള് എത്തുന്നില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവൻ അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവന് കൊടുക്കേണ്ടത് ട്രെയിനിങ് ആണോ, മോട്ടിവേഷൻ ആണോ, ഇൻസെൻറ്റീവ് ആണോ, എല്ലാം കൊടുക്കാൻ അവൻ തയ്യാറാണ്. പക്ഷെ എന്നിട്ടും അത് നടക്കുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇത് വളരെ വലിയൊരു ഇതാണ്, വളരെ ചലഞ്ചാണ്. ഇന്ന് ഈ പറഞ്ഞ പോലെ ആളുകളെ മാൻ പവറിനെ പ്രൊഡക്റ്റീവ് ആക്കുക തന്നെയാണ് വേണ്ടത്. ഈ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് ഇപ്പം നമുക്ക് 3 തരത്തിലാണ് ഈ ആളുകളുടെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അതായത് ASK, ആസ്ക് എന്ന് പറയും. നോ ആസ്ക് നോ ഗെറ്റ് എന്ന് പറയാം. നോ ആസ്ക് നോ ഗെറ്റ്. ASK മീൻസ് A മീൻസ് ആറ്റിറ്റ്യൂഡ്, S മീൻസ് സ്കിൽ, K മീൻസ് നോളേജ്. ഈ 3 കാര്യങ്ങളെ ആ വ്യക്തിയിൽ ഉണ്ടോയെന്ന് ഒരു എക്സ്റ്റേണൽ പേഴ്സൺ, കാരണം എൻ്റെ നോളേജ് ഇതിന് ആപ്റ്റാണോ എന്ന് അറിയണമല്ലോ എനിക്ക്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോഡക്റ്റ് തന്നെ നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് കരുതാം. ആ പ്രോഡക്റ്റിന് എത്ര ഫീച്ചേഴ്സ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു കമ്പനി എടുത്ത് പോയിട്ട് അവരെ സ്റ്റാഫിനെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയുവാണെങ്കിൽ സെയിൽസ് പേഴ്സൺ അടക്കം പമ്പ പറയും. കാര്യം എന്തറിയോ, അവർ പഠിക്കുന്നില്ല. ഒന്ന് ചെറിയ എക്സാമ്പിൾ നോക്കിക്കേ. ടാറ്റയുടെ നാനോ കാർ വന്നില്ലേ? ടാറ്റയുടെ നാനോ കാർ വന്നപ്പോൾ ആ നാനോ കാർ വെക്കാനായിട്ട് 10 ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ 10 ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു. അതൊന്ന് ചെറിയ റേഡിയസിൽ തിരിക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ അല്ലേ? ചെറിയ റേഡിയസിൽ തിരിക്കാം. എന്താ കാരണം? ചെറിയ കാറാണ്, പക്ഷെ അത് വലിയ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഫീച്ചേഴ്സിനെ കസ്റ്റമറിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് പറയാൻ കഴിവുള്ളതായിരിക്കണം സെയിൽസ് പേഴ്സൺ. ഈ നോളജ് അവനെ ഇല്ലെങ്കിലോ? അത് ട്രെയിനിങ്ങിലൂടെ വരണ്ട, അത് ട്രെയിനിങ്ങിൽ വരുത്തണം. അതായത് എൻ്റെ ഈ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ വൈഫ്, അവൾ വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അവൾക്ക് ഭയങ്കര പേടിയാണ്. അവൾക്ക് വലിയ റോഡ്, ചെറിയ റോഡും വലിയ കാറും കാണുമ്പോൾ ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവളെ സംബന്ധിച്ച് ചെറിയ റേഡിയസിൽ തിരിക്കാം എന്ന് പറയുവാണെങ്കിൽ നാനോ കാറ് ചെറുതെന്നല്ല പറയുന്നത്, ചെറിയ റേഡിയസിൽ തിരിക്കാം. അപ്പോൾ ഒരു ചെറിയ റോഡിൽ തിരിക്കാം എന്ന മെസ്സേജ് കൊടുക്കാൻ എൻ്റെ വൈഫിൻ്റെ റിക്വയർമെൻറ്റിനെ പഠിച്ചിട്ട്, അതിനാണ് പറയുന്നത് പ്രോബിങ് ക്വസ്റ്റ്യൻ എന്ന്. പ്രോബ് ചെയ്തിട്ട് അവരുടെ എന്തൊക്കെയാണ് അവരുടെ വറീസ്, എന്തൊക്കെയാണ് നീഡ് എന്ന് പഠിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അവരുടെ ബെനിഫിറ്റായിട്ട് പറയണം. അപ്പം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ ബെനിഫിറ്റായിട്ട് പറയണമെങ്കിൽ ഈ കസ്റ്റമറെ പഠിക്കണമെങ്കിൽ അവൻ്റെ ബെനിഫിറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കസ്റ്റമറെ പഠിക്കാനുള്ള ടൂൾ ഇവനിലുണ്ടാവണം. ഇതില്ലാതെ ഇവൻ്റെ 10 ഫീച്ചേഴ്സ് മാത്രം പറയുവാണെങ്കിൽ എൻ്റെ വൈഫ് കാറ് മേടിക്കണമെന്നില്ല. 10 ഫീച്ചേഴ്സ് മുഴുവൻ എൻ്റെ അടുത്ത് പറയേണ്ട, വൈഫിൻ്റെ അടുത്ത് പറയേണ്ട. അവരുടെ പിൻ പോയിന്റ് എന്താണ്, അവരുടെ പെയിൻ പോയിന്റ് എന്താണ്,
അത് കണ്ടെത്തിയിട്ട് ഇതിലത്തെ 4 കാര്യം എംഫസൈസ് ചെയ്ത് പറയണം. അപ്പോൾ അവർക്ക് തോന്നും അത് എനിക്കുള്ള കാറാണ്, ദിസ് ഇസ് മൈ കാർ. ഞാനൊരു Yes. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ പറയാമേ ഇവിടെ. യെസ് നമ്മൾ മാർക്കറ്റിംഗ് ടു സെയിൽസിൽ AI ആൻഡ് ഓട്ടോമേഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. യെസ് അപ്പോൾ നമ്മൾ ഈ ലീഡ്സ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻക്വയറീസ് വരുന്ന സമയത്ത് കസ്റ്റമറുടെ പെയിൻ പോയിന്റ്സ് ചോദിക്കും. യെസ് കുറേയൊക്കെ നമുക്ക് അറിയാം ഇവരുടെ പെയിൻ പോയിന്റ്സ്. അപ്പോൾ നമ്മൾ Yes. ജനറലായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. Yes. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ കസ്റ്റമേഴ്സ് എല്ലാവരും ചെയ്യണമെന്നില്ല. യെസ് അപ്പോൾ ഈ പ്രശ്നങ്ങളെ അവർ ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സെയിൽസ്മാൻ്റെ മുമ്പിൽ ഡാറ്റ വരും, ഇവൻ്റെ പ്രശ്നങ്ങൾ ഇതാണ്, ഇനി പിച്ച് ചെയ്യേണ്ടത് ഇതാണ് എന്നുള്ളത്. യെസ് അപ്പോൾ ഇത് CRM അവന് വിസിബിൾ ആവും, ഓ വാട്സപ്പിൽ കിട്ടും. യെസ് എന്നിട്ട് ഇത് വെച്ച് ഒന്ന് വായിച്ചിട്ട് അവനോട് സംസാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. യെസ് ടെക്നോളജിയുടെ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, ഇത് വളരെ റിലവൻ്റ് ആണ്. കാരണം ഇന്ന് കസ്റ്റമർ ഇതിന് റീസണും കൂടിയുണ്ട്. ഇപ്പം ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളിപ്പോൾ രണ്ടുപേരും ട്രെയിനിങ് അല്ലെങ്കിൽ AI ടൂളിന് ഉപയോഗിക്കുന്നു അല്ലേ. എൻ്റെ ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ചിന്തിക്കുന്ന നാളത്തെ ട്രെയിനിങ്ങിൻ്റെ കാര്യമാണ്. നാളെ ഇപ്പോൾ എനിക്കൊരു ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്, അത് OBT ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമിന് എന്ത് വേണം, എങ്ങനെ കൊടുക്കണം, 50 പേരുണ്ട്, അതിൽ സീനിയർ വരുന്നുണ്ട്, ഇന്ന ആൾ വരുന്നുണ്ട്, അങ്ങനെ എങ്ങനെ പഞ്ഞിക്കിടാം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ മുഴുവൻ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ബ്ലേസർ വാങ്ങണം. ഞാൻ ബ്ലേസർ വാങ്ങാനായിട്ട് ഒരു കൺസൾട്ടൻ്റ് എടുത്ത് പോവാണ്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ്, സാറേ ഏത് കളർ വേണ്ടേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവനൊരു ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ അല്ല. കാര്യം എന്തറിയോ, എനിക്ക് ഏത് ബ്ലേസറാണ് ആപ്റ്റ്, ആസ് എ ട്രെയിനർ ഏത് ടൈപ്പ് കളർ എടുക്കേണ്ടത്, എന്ത് യുണീക്ക്നെസ് ആണ് കൊണ്ടുവരേണ്ടത് എന്ന് എന്നെ പ്രോബ് ചെയ്യാനുള്ള കഴിവ് അവനുണ്ടായിരിക്കണം. എന്നിട്ട് അവൻ എനിക്ക് ആപ്റ്റായിട്ടുള്ള കളർ നിർദ്ദേശിക്കാൻ കഴിയണം, സജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡയറക്ഷൻ തരണം. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല പല മേഖലയിലും. തീർച്ചയായിട്ടും ഇത് കൊടുക്കണമെങ്കിൽ അവൻ കൃത്യമായിട്ട് കസ്റ്റമറിനെ എടുത്ത് പ്രോബ് ചെയ്യണം. അതെ, പ്രോബിങ് ക്വസ്റ്റ്യൻസ് ഇത് ഞാൻ എൻ്റെ ആക്ടിവിറ്റിയിൽ കൊടുക്കുന്നതാണ്. ഒരു ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ 27-30 പേജുള്ളൊരു ഡോക്യുമെൻ്റ് ഞാൻ അങ്ങോട്ട് കൊടുക്കും. അത് അവരെ കൊണ്ട് വർക്ക്ഷോപ്പ് നടത്തിയിട്ട് അവരെന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും. പ്രോബ് ചെയ്യാനൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഒരു 10-15 ചോദ്യങ്ങൾ ചോദിക്കണം കസ്റ്റമറുടെ. നേരിട്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ള എന്ന് പറയാൻ പാടില്ല. ഇത് ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യൽ എന്ന് സംരംഭകൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഇത്ര നേരം നമ്മൾ സംസാരിച്ചപ്പോൾ JP കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാഫ് ട്രെയിനിങ് ആണ്. സംരംഭകരുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അല്ലേ. പൊതുവേ നമ്മൾ ട്രെയിനേഴ്സ് ഇപ്പോൾ ഒരു ബിസിനസ് ഓണറെ പഠിപ്പിക്കുന്ന ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കൂടുതലും ബിസിനസ് ഓണർ ഇങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ബട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട് സ്റ്റാഫ് മോർ. ടെൽ മീ ലൈക്ക് ഹൗ ഡു യു സീ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ഫോർ സ്റ്റാഫ് rather than importance of training for business? വളരെ റിലവൻറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പം സ്റ്റാഫ് ട്രെയിനർ എന്ന പേരിൽ അറിയപ്പെടാൻ തന്നെയാണ് എനിക്കിഷ്ടം. കാര്യം അറിയൂ, ഇവിടെ 90% സംരംഭകർ ഓൾറെഡി ഉണ്ട്. ഇന്നോവേഷൻസ്, അതിനകത്ത് പ്രൊഡക്റ്റ് ഇന്നോവേഷൻസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇതെല്ലാം സമൂഹത്തിൽ നിന്ന് ഇന്ന് ഡാറ്റാബേസ് അല്ലെങ്കിൽ ഏത് ടൂൾ ഉപയോഗിച്ചെടുക്കാം. എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അല്ലേ. ഇന്ന് കാറിനകത്ത് എന്തൊക്കെ ടെക്നോളജി വരുന്നുണ്ടെന്നുള്ളത് ഇതിന് ഒരാൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനൊരു റിസർച്ച് പേഴ്സൺ വെച്ചാൽ മതി. പക്ഷേ ഇവരെ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത് ഈ സംരംഭകൻ ഫ്ലൈറ്റിലും സ്റ്റാഫ് മുഴുവൻ കാളവണ്ടിയിലുമാണ്. ഇവൻ്റെ ഭയങ്കര ഞാൻ പറയാറുണ്ട്, ഈ സംരംഭകർ ടോയ്ലറ്റിൽ പോകുമ്പോൾ 4 പേപ്പർ കൊണ്ടുപോകും, 10 മിനിറ്റിൽ നിന്ന് വായിക്കും, എന്നിട്ട് അതിൽ കാണുന്ന സകല സാധനവും രാവിലെ സ്റ്റാഫിനോട് കൊടുക്കും. ഇവൻ വിഷ്വലൈസ് ചെയ്യുന്ന ആളാണ്. ഇവൻ വിഷ്വലൈസ് ചെയ്ത് മുഴുവൻ കൊണ്ടുകൊടുത്തിട്ട് ഇതിൻ്റെ ശരിക്കും ചെണ്ട പോലെ പ്രവർത്തിക്കുന്ന ഒരാളുകളാണ്. 2 സൈഡിൽ അടിയിട്ടുന്ന ആളുകളാണ് അവരുടെ സ്ട്രാറ്റജി ടീം. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനകത്ത് 3 കാറ്റഗറി ആളുകളുണ്ട്. 1 വിഷ്വലൈസ് ചെയ്യുന്ന ആൾ, സംരംഭകൻ. 2 സ്ട്രാറ്റജിസ്റ്റ്, അതായത് ഈ പറയുന്ന വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളെ സ്ഥാപനത്തിൽ നടപ്പാക്കാനുള്ള സ്ട്രാറ്റജി എടുക്കുന്ന ആൾ. 3-മത്തത് ഇംപ്ലിമെൻറ്റിങ് ടീം. ഈ 3 ടീമുണ്ട്. ഈ 3 ടീമിനകത്ത് ഈ സംരംഭകൻ ടോയ്ലറ്റിൽ വിഷ്വലൈസ് ചെയ്ത കാര്യം കൊണ്ടുകൊടുക്കുന്നത് സ്ട്രാറ്റജിൻ്റെ അടുത്താണ്. അവൻ്റെ കൂടെയുള്ളതോ ഒന്നും മനസ്സിലാവാത്ത കുറേ ആളുകളും. അപ്പോൾ ഇവിടെ ശരിക്കും ചെണ്ട പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ട്രാറ്റജി ടീമുണ്ട്. അവന് ഇതിപ്പം പറയുന്നത് മനസ്സിലാപ്പിച്ചിട്ട് അപ്പുറത്ത് കൊടുക്കാനുള്ള കഴിവിനെ എൻഹാൻസ് ചെയ്യണ്ടേ. അതേ മാനേജ്മെൻറ്റ് അവനറിയണ്ടേ. അവൻ സംരംഭകൻ മാനേജ്മെൻറ്റ് എല്ലാവരും പരിധി വരെ ചെയ്യുന്നത്. അവൻ പുതിയ കാര്യങ്ങളെ കണ്ടെത്തുവാണ്. ഈ കണ്ടെത്തുന്ന ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ടീം വേണ്ടേ. അപ്പോൾ അവിടെ മാനേജേഴ്സിന് ട്രെയിനിങ് വേണം. ഹൗ ടു ഹാൻഡിൽ ദിസ് മാൻ പവർ, അവരെങ്ങനെ എടുക്കാം. അപ്പോൾ അവിടെ ഈ സ്ട്രാറ്റജി ടീമിന് അവൻ്റെ ഇംപ്ലിമെൻറ്റിങ് ടീമിനകത്ത് സ്കില്ലാണോ കുറവ്, അതെ അവൻ്റെ വില്ലാണോ കുറവ്. ആഗ്രഹങ്ങളില്ലാത്ത പിള്ളേരല്ല ഇന്ന്. നോക്കിക്കേ, ആഗ്രഹങ്ങളുണ്ടോ? നമുക്ക് അതിലേക്ക് വരാം. ആഗ്രഹങ്ങൾ ഇല്ലാത്ത പിള്ളേർ വരുന്ന സമയത്ത് അവൻ്റെ വില്ലിനെ ജനറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവൻ്റെ സ്കില്ലിന് ജനറേറ്റ് ചെയ്യണം. അവനെ എക്സൈറ്റ് ചെയ്യിക്കേണ്ടി വരും. ചിലയിടത്ത് ഡയറക്ഷൻ കൊടുക്കണം, ചിലയിടത്ത് ഗൈഡ് ലൈൻസ് കൊടുക്കണം. ഈ എല്ലാ പ്രോസസ്സും ചെയ്യുന്നത് ഈ സ്ട്രാറ്റജി ടീമാണ്. അപ്പോൾ സ്ട്രാറ്റജി ടീമും ഇംപ്ലിമെൻറ്റിംഗ് ടീമാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ എടുക്കുന്നത്.
അവർക്കാണ് ട്രെയിനിങ് മുഖ്യമായിട്ട് വേണ്ടത്. മറ്റാൾ ഡിഗ് ചെയ്ത് ടോയ്ലറ്റിൽ നിന്ന് എടുത്തോട്ടെ ഇൻഫർമേഷൻ. പക്ഷേ ഈ ടീമാണ് ഇവരെ മൊത്തം ബിസിനസ്സിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എൻഹാൻസ്മെൻറ്റ് നടക്കേണ്ടത് സ്റ്റാഫിലാണ്. പലപ്പോഴും കണ്ടുവരുന്നൊരു നമ്മളെപ്പോഴും ഒരു പൊതുവെ ഫൗണ്ടർ ഏറ്റവും വിശ്വസിക്കാവുന്ന ആളെയായിരിക്കും ഏറ്റവും ആദ്യം കൂടെ കൂട്ടുന്നത്. യെസ് അത് മോസ്റ്റ്ലി ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരാൾ, അല്ലെങ്കിൽ ആദ്യം ജോയിൻ ചെയ്ത ഒരാൾ. യെസ് ഇവരുടെ നോളജ് ലെവലൊക്കെ ഒരു പരിധി വരെ ലിമിറ്റഡ് ആയിരിക്കും. യെസ് പിന്നെ ആസ് ദ ബിസിനസ് ഗ്രോസ് അതിന് താഴെ ഒരുപാട് പുതിയ ആൾക്കാർ വരും, എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യും. പക്ഷേ ഇതെല്ലാം വന്ന് നിൽക്കുന്നത് നമ്മൾ ആദ്യം ഹയർ ചെയ്ത ഈ മച്ചാൻ്റെ അടുത്തായിരിക്കും. യെസ് ഈ മച്ചാനാണെങ്കിൽ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം എന്ന നോളജ് ഒട്ടും ഇല്ലതാനും. അപ്പോൾ ഇവൻ ആ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു മെസ്സേജും സംരംഭകൻ അറിയാത്തത് കൊണ്ട് ഇവൻ ആ ബിസിനസ്സിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവൻ വിചാരിക്കുന്ന ഇത്രയും ആൾക്കാർ ഇത്രയും സാലറി കൊടുത്ത് നിർത്തിയിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല, എന്തുകൊണ്ട് നടക്കുന്നില്ല, അതിനകത്ത് വേറെ കൺസൾട്ടൻറ്റിനെ കൊണ്ടുവരുന്നു, ആർക്കും പുറത്ത് പറയാൻ പറ്റുന്നില്ല, സാർ കൂടെ നിൽക്കുന്നവനൊന്ന് മാറ്റി തരുമോ എന്ന് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ സംഭവിക്കാറില്ലേ? 100% ഇത് എനിക്കറിയില്ല, എങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കാണുന്ന ഒരുപാട് സ്ഥാപനത്തിൽ ഈ വെൽവിഷർ എന്ന് നടിക്കുന്ന ഈ ബ്ലോക്കേഴ്സ് എന്ന് പറയേണ്ടത്, അവർ ശരിക്കും ബിസിനസ്സിനെ ബ്ലോക്ക് ചെയ്യുന്നവരാണ്. വെൽവിഷറായിട്ട് ഇൻ ബിറ്റ്വീൻ MD അല്ലെങ്കിൽ ചെയർമാൻ്റെയും ഈ സ്ട്രാറ്റജി ടീമിൻ്റെയും ഇടയിൽ നിൽക്കും. ഇവൻ വെൽവിഷറാണ്. ഒരു പരിധി വരെ ഈ സംരംഭകൻ ഒരു കാലഘട്ടത്തിൽ ഒരു കോൺസ്പിരസിക്ക് വേണ്ടി ഇവനെ നിർത്തിയിട്ടുണ്ടാവും. ഇവൻ ഇത് ഭംഗിയായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ബിസിനസ്സിനെ തകർക്കുന്ന ഏറ്റവും വലിയ കണ്ണിയാണ് ഈ ബ്ലോക്കർ. ഇവനെ എടുത്ത് ആദ്യം മാറ്റണം. ഇവർ ടീച്ചബിളും അല്ല, ഇവർ ടീച്ച് ചെയ്യില്ല. അതായത് ഇവൻ എന്താ വെച്ചാൽ ഈ MDയുടെ അല്ലെങ്കിൽ ചെയർമാൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അടുത്ത് നിൽക്കുന്ന ഇവൻ മറ്റവരിൽ നിന്ന് അടുപ്പിക്കാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് ഇതാണ് കമ്മ്യൂണിക്കേഷൻ പാത്ത്. ഈ പാത്തിൽ കൂടെ വരുന്ന ഇവൻ്റെ കയ്യിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആക്ച്വൽ ബിസിനസ്സിൻ്റെ സിനാരിയോ ഈ വിഷ്വലൈസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ സംരംഭകൻ അല്ലെങ്കിൽ ചെയർമാൻ MD അറിയുന്നില്ല. അപ്പോൾ ഇത് ഒരുപാട് ബിസിനസ്സിനെ ഇവിടെ തകർക്കുന്നുണ്ട്. വെൽവിഷറായിട്ട് നമുക്ക് തോന്നും. ചെറിയ എക്സാമ്പിൾ പറയട്ടെ, ബ്രാൻഡൊന്നും പറയാതെ പറയാം. ഒരു സ്ഥാപനത്തിൽ ഒരു റീറ്റെയിൽ ഷോപ്പിനകത്ത് 5 പുതിയ സെയിൽസ് പേഴ്സൺ എടുത്തു. ഓക്കെ. അവിടെ 15 വർഷമായിട്ട് എക്സലൻ്റായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു സെയിൽസ് ഗേൾ ഉണ്ട്. 5 പേര് വന്നാൽ 5 പേരെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് കുട്ടിക്ക്. പക്ഷെ 5 പേരെ പുതിയെടുത്തുണ്ട്. 5 പേര് അവിടെ ഇരിക്കുവാണ്. അവർ എടുക്കുന്നതിൻ്റെ ഒരു 25% ഓഫ് ടൈം ഇവർ അവരെ കൊണ്ട് പ്രോഡക്റ്റ് എടുപ്പിക്കും. ഓക്കെ. ഇങ്ങനെ കമ്പനി പോവാണ്. 5 പേര് ഇരിക്കുന്നുണ്ട്, അവരെ തൊടാൻ സമ്മതിക്കുന്നില്ല. ഈ 5 പേരും അവിടെ ഇനാക്റ്റീവായിട്ട്, അതായത് അവരെ വളർത്താൻ ഇവർ അനുവദിക്കുന്നില്ല. എല്ലാത്തിനും ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് സമയം വേണ്ടേ? അത് കൊടുക്കാതെ വന്നപ്പോൾ ഭാഗ്യം കൊണ്ട് അവർക്കൊരു ദിവസം തണ്ടലുവേന വന്നു. അപ്പോൾ 1 മാസം അവരോട് ലീവ് എടുത്തോളാൻ പറഞ്ഞു. ആ 1 മാസം കഴിഞ്ഞ് വന്നപ്പോൾ 5 പ്രൊഫഷണലായിട്ട് സെയിൽസ് പേഴ്സൺ അവർ കിട്ടി. ഇവരെ കയറി മുകളിലേക്ക് വെച്ചു. ഈ ഫീൽഡിൽ നിന്ന് എടുത്ത് മുകളിലേക്ക് ഇട്ടു. 5 പ്രൊഫഷണൽസിനെ നേരത്തെ 50 ലാപ്ടോപ്പ് വിറ്റിരുന്നിടത്ത് അവർ 150 ലാപ്ടോപ്പ് വിൽക്കാൻ തുടങ്ങി. നേരത്തെ കൂട്ടി 5 ലാപ്പ് വിറ്റിരുന്നു, പക്ഷെ ഇവർ 3 വീതം വിൽക്കാൻ തുടങ്ങി. അപ്പോഴും കമ്പനിക്ക് ഗ്രോത്ത് ആണ്. അപ്പം ഇത്തരത്തിലുള്ള ബ്ലോക്കേഴ്സ് പല കമ്പനിക്കും നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് പറയാനും മടിയായിരിക്കും സംരംഭകന്. കാരണം അവർ മൊത്തം ബിസിനസ്സിനെ അവിടെ ഹെൽഡപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ ഭയങ്കര വെൽവിഷറായിരിക്കും. ഒരു കാലഘട്ടത്തിൽ ഒരു ഒരുമിച്ച് തരികിട അടക്കം ചെയ്തിട്ടുണ്ടാവും. ആ തരികിടേനൊക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ടാവും. അത് വെച്ചിട്ട് കമ്പനീനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരുപാട് ബ്ലോക്കിംഗ് വെൽവിഷേഴ്സ് കൂടി ഉണ്ടാവും കമ്പനിയുടെ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ഒരു സംരംഭകൻ ഒരു മനുഷ്യനും കൂടിയാണല്ലോ. യെസ്, അവനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഈ കൂടെ നിർത്തി അവനെ വെറുപ്പിക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല. യെസ്, പക്ഷേ അവൻ്റെ കുറേ നീഡ്സ് ഉണ്ട്. ഒരു ഇമോഷണൽ നീഡ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻസ്, റിസ്ക്, ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നവനാണ്. യെസ്, അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ടീമിനെ കൂടെ നിൽക്കുന്നവർ വെറുപ്പിക്കാനും പറ്റില്ല. യെസ്, വെറുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ടെൻഷനാണ്. ഇവൻ പോയിട്ട് എന്തെങ്കിലും ചെയ്യുമോ, ഇവൻ്റെ സ്ഥാനത്ത് വേറെ ആരെ വെക്കും, പിന്നെ ഈ റെസ്പോൺസിബിലിറ്റി മൊത്തം ഞാൻ എടുക്കണ്ടേ. അപ്പോൾ ഇവർ കണ്ണടയ്ക്കും കുറേയൊക്കെ. എന്നാൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് താനും. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പലപ്പോഴും ഭാര്യയായിട്ട് തല്ലുകൂടിയിട്ട് ഭാര്യനെ പറഞ്ഞു വിടാനും പറ്റത്തില്ല, അവളുടെ കൂടെ ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ പോകുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും. യെസ്, അവിടെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ JP ആസ് എ ട്രെയിനർ യെസ്, ഒരു കമ്പനിയുടെ പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഹൗ ഡു യു വർക്ക്? ഈ പ്രോസസ്സ് എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് യെസ്. ഓവറോൾ സ്റ്റാഫ് ട്രെയിനിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അതോ സംരംഭകൻ പറയുന്ന ആൾക്കാരെ മാത്രം ട്രെയിൻ ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല, ഇത് വലിയ പ്രശസ്തിയുള്ള ചോദ്യമാണ്. എന്താ അറിയോ, ഇപ്പം ഞാൻ ടാലൻറ്റ് പാർട്ട്ണർ ഇപ്പോൾ റീസെൻ്റ്ലി ഐഡൻറ്റിഫൈ ആയ ഒരു ഇതാണ്. ഇപ്പം ഞാനൊരു 5 ലക്ഷത്തോളം പേരെ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് നമ്മൾ 1, 2, 3 ക്ലാസ് കൊടുത്ത് പോന്നിട്ട് ബാക്കി അവരുടെ HR പേഴ്സണെയോ അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി ടീമിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്.
പലപ്പോഴും ഇത് അവർക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണില്ല. നേരത്തെ പറഞ്ഞ ഇമോഷൻസ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇതെങ്ങനെ അവരോട് പറയും? ഇവ എത്ര കാലം നമ്മുടെ കൂടെ നിന്നല്ല, അവനോട് ഇത് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ഒരു എക്സ്റ്റേണൽ പേഴ്സൺ ഇതിന് മോണിറ്റർ ചെയ്യണം. അതായത് മെൻറ്റർഷിപ്പ് അടക്കം കൊടുക്കണം. നേരത്തെ പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഇത് ഓണർക്കാണ് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അതെ, അവർക്ക് വേണ്ടി എനിക്ക് പറയാലോ. പറയാം. ഈ പ്രോസസ്സ് ഞാൻ നാളെ ചെയ്യുന്നുണ്ട്. ഓ ഗ്രേറ്റ്. ഒരു ആള് കംപ്ലീറ്റ് സ്ഥാപനത്തിന് ഇല്ലാണ്ടാക്കുവാണ്. അതെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനകത്ത് ഇന്ന ഇഷ്യൂ ഉണ്ട്, ഇത് നിങ്ങൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് ബാധിക്കും, ഇത്ര പേഴ്സൻറ്റേജ് ആളുകൾ നിങ്ങൾക്കെതിരെയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യണം. വെറുതെ അവരെ നെഗറ്റീവ് പറയുമല്ല. ഈ കാലഘട്ടത്തിൽ ഈ ഒരു മാറ്റം അനിവാര്യമാണ് എന്നതിനെ വെച്ചിട്ട് ഈ ആറ്റിറ്റ്യൂഡിൽ നിങ്ങളൊരു മാറ്റം വരുത്തണം എന്നതിലേക്ക് അവരൊരു മെൻഡറായിട്ടും ഒരു എക്സ്റ്റേണൽ മോണിറ്ററിങ് ആളായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് പറയുന്നത് ടാലൻറ്റ് പാർട്ണർ എന്ന്. അതായത് ഇന്നൊരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു 3 മാസത്തെ അസൈൻമെൻറ്റ് എടുക്കുകയാണ്. ഈ ട്രെയിനിങ് കൊടുത്തതിന് മുഴുവൻ നമ്മൾ അസൈൻമെൻറ്റ്സ് ആക്കും. ഈ അസൈൻമെൻറ്റ്സിനെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാനതിന് മോണിറ്റർ ചെയ്യും. അത് അവരുടെ പേറോളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ജെൻ സീനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ജെപിക്ക് പറ്റുമോ? ജെൻസിനെ പണിയെടുപ്പിക്കാനായിട്ട് ഇന്ന് പറ്റിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം ഇന്ന് ജെൻസിയാണ് ഉള്ളത്. അതെ. അതിന് ജെൻസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിഷയം എന്ന് പറയുന്നത് അവരുടെ നീഡിനെ ജനറേറ്റ് ചെയ്യിക്കുന്ന ആക്ടിവിറ്റി അടക്കം സംരംഭകം ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവനെ കൊണ്ട് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കുക എന്നതിനപ്പുറത്ത് അവൻ്റെ നീഡിനെ കൂടി ട്രിഗർ ചെയ്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഇന്ന് സംരംഭകനുണ്ട്. പക്ഷെ അവൻ്റെ നീഡ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പല സംരംഭവും. ഇതിനാണ് ഇപ്പോൾ ഒരു ട്രെയിൻ, അതാണ് ഇപ്പോൾ ഒരു സംരംഭകൻ പറയുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഒരു 8 hours അവരെ വിടുവാണെങ്കിൽ അവനെ ശരിക്കും അവൻ്റെ നീഡ് എവിടെയാണ് കിടക്കുന്നത്. ഇത് ഒരു ആറ്റിറ്റ്യൂഡ് എൻഹാൻസ്മെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ട്രെയിനിങ് സെഷനകത്ത് ഫസ്റ്റ് ഹാഫ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് എൻഹാൻസ്മെൻ്റ് ആണ്. അതായത് ഞാനൊരു സെയിൽസ് ട്രെയിനിങ് 2 ദിവസമാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് ഹാഫ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് എൻഹാൻസ്മെൻ്റ് ആണ്. നീ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നീ കൊണ്ടുവരണം എന്നതിനെ അവനിന്ന് ബോധിപ്പിക്കും, അവനിന്ന് എഡ്യൂക്കേറ്റ് ചെയ്യും. അതിനെ നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ് സ്കില്ല് നോളേജ് ഉണ്ടല്ലോ, ഇതിനെ അളക്കുന്നതിനകത്ത് എത്ര മാറ്റം അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ വന്നിട്ടുണ്ട് എന്നതിനെ KPI വെച്ച് അളക്കുന്നുണ്ട്. നാളെ നിനക്ക് ഒരു ജോലി കിട്ടണമെങ്കിൽ ടാലൻറ്റ് പാർട്ട്ണർ പറയുന്ന മാർക്ക് വെച്ചിട്ട് സമൂഹം തന്നെ അളക്കുമെന്ന ഫീലിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഈ ടാലൻറ്റ് പാർട്ട്ണർ എന്ന ഞാൻ അവർക്ക് ഒരു റെക്കഗ്നൈസേഷൻ കൊടുക്കും. അതായത് ഫ്യൂച്ചറിൽ അവനൊരു ജോലിക്ക് പോകുമ്പോൾ ഈ ടാലൻറ്റ് പാർട്ട്ണറിൻ്റെ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് കൂടെ ചോദിക്കണം. ഇതാണ് എൻ്റെ ഇൻറ്റൻഷൻ. മനസ്സിലായി. അതായത് ഇവനെ അളക്കാൻ നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടിയ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിനപ്പുറത്ത് നമ്മൾ ചോദിക്കുവാണ്, നിൻ്റെ ലാസ്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ടാലൻറ്റ് അക്വിസിഷൻ ഫോമും തരാൻ പറയുക. അത്തരത്തിലേക്കൊരു മെക്കാനിസം ഒരു ദിവസം കൊണ്ട് നടക്കില്ലത്. പക്ഷേ അവനെ അളക്കുന്നുണ്ടെന്നൊരു തോന്നൽ വന്നാൽ ജെൻസി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ അളക്കുമ്പോൾ ഇവിടെ നിന്ന് ചാടി, അവിടെ വേറെ സ്ഥലത്ത് പോയി, അവിടെയും അളന്നപ്പോൾ ചാടി. എവിടെ വരെ ചാടാൻ പറ്റും? ഒരു സെർട്ടൺ പോയിന്റ് ഓഫ് ടൈമിൽ അവനറിയും അളക്കുന്നുണ്ട്, ഞാൻ ഡെവലപ്പ് ചെയ്തേ പറ്റൂ എന്ന തോന്നൽ ഒരു ദിവസം കൊണ്ട് പറ്റുന്ന പ്രോസസ് അല്ല. സ്ലോവിൽ നമുക്കത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. എങ്കിലും ഇന്ന് ജെൻസിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് വലിയൊരു ചലഞ്ചാണ്. ജെൻസിയുടെ റീസൺ പറഞ്ഞല്ലോ, 2 മക്കളേ ഉള്ളൂ, എല്ലാ ഫെസിലിറ്റിയും കിട്ടുമ്പോൾ അവൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അവൻ്റെ ആവശ്യം ജനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് സംരംഭകനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ഉണ്ട്. പേരൻസിന് അതിന്ന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്വം സൊസൈറ്റിയും സംരംഭകനും എടുക്കണം എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു ആവശ്യം. അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസൊക്കെ എടുക്കണം. കാരണം അവനിൽ നീഡിനെ ജനറേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ക്ലാസ് റൂമിൽ തന്നെ തുടങ്ങേണ്ടി വരും. എന്തായിരിക്കും അത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജെൻസിയുടെ നീഡ് എന്തായിരിക്കാം? ജെൻസിയുടെ നീഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഫുൾഫിൽ ചെയ്ത് കൊടുത്തല്ലോ. ഇപ്പോൾ ഒരു ബൈക്കും മൊബൈലും മാത്രമേ അവൻ്റെ നീഡിലേക്ക് വന്നിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് സർവൈവൽ, ഇപ്പം നമുക്ക് അതിശക്തമായ കോമ്പറ്റീഷനിൽ കൂടെയല്ലേ പോകുന്നത്, അല്ലേ? നമ്മളിപ്പം ഗ്ലോബലൈസേഷൻ്റെ ഭാഗം വന്നപ്പോൾ നമുക്ക് ഏത് എംപ്ലോയിനും എവിടേക്ക് വേണമെങ്കിൽ ഹയർ ചെയ്യാൻ പറ്റില്ലേ? അതെ, ഇല്ലേ? അങ്ങനെ വരുമ്പോൾ ഗ്ലോബലി ഒരു കോമ്പറ്റീഷൻ നിൽക്കുന്നുണ്ട് മാൻ പവറിൽ. അതിലേക്ക് ഇവൻ ആപ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അതെന്നെ പഠിപ്പിച്ചാൽ പോരെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? യെസ്. ഒരു കുട്ടി പഠിച്ചിറങ്ങുന്ന സമയത്ത്, യെസ്, അവനൊരു കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് യെസ്, അവൻ്റെ കയ്യിൽ ബൈ ഡിഫോൾട്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരിക്കും, യെസ്, ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടായിരിക്കും. ഇനി ഇതില്ല എന്ന് വിചാരിക്കുക. യെസ്, ഇതില്ലാത്തവൻ
ആ പഠിച്ചിറങ്ങി ഒരു ജോലി കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് സാലറി കൊണ്ട് അവൻ വാങ്ങുന്ന മിക്കതും ഒരു ഐഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു S24 S25 Ultra ഒക്കെ ആയിരിക്കും. സെക്കൻഡ് ഒരു ലാപ്ടോപ്പ്, ഒരു നല്ല ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ്, ഒരു 1.5 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ്, പിന്നെ അത്യാവശ്യം ഒരു അടിച്ചുപൊളി ഒരു 2-3 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക്. അപ്പോൾ ഫസ്റ്റ് ഇയർ അവൻ ലയബിലിറ്റി റേസ് ചെയ്യുന്നത് ക്ലോസ് ടു 5 lakhs ആണ്. ആവറേജ് കേരളത്തിൽ കിട്ടുന്ന സാലറി 15,000 രൂപയാണ് ഫസ്റ്റ് സാലറി. അത് കൂടിപ്പോയ 2 ലക്ഷം പെർ ആനം കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇയർ ടോട്ടൽ ഇൻകം കഴിഞ്ഞിട്ട് അവൻ -3 lakhsലാണ് നിൽക്കുന്നത്. ഇത് കൂടാതെ ലിവിങ് എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസ്, ഓൾ അടിച്ചുപൊളി വേറെ. അപ്പോൾ എങ്ങനെ പോയാലും ഫസ്റ്റ് ഇയർ 5 ലക്ഷം കടത്തിലാണ് നമ്മളുടെ നാട്ടിൽ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി വരുന്നത്. ഇനി ഈ കിട്ടുന്ന സാലറി കൊണ്ട് തികയാതെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവനറിയില്ല. സംടൈംസ് സം പീപ്പിൾ ഗോ ടു ബാഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾ. പക്ഷേ ഒരു ആസ് എൻ എംപ്ലോയർ, ഇപ്പം ഞാനൊരു എംപ്ലോയർ ആണ്, എനിക്ക് പറയാൻ സാധിക്കുകയാണ്, എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, നിനക്ക് ലാപ്ടോപ്പ് വേണം, ബൈക്ക് വേണം, മൊബൈൽ ഫോൺ വേണം, agreed. But if you commit to work with us for 3 years, we can solve the problem. നിൻ്റെ സാലറി ആസ് പെർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ KPI KRA പ്രകാരം നീ പെർഫോമൻസ് തരികയാണെങ്കിൽ നിൻ്റെ സാലറിയിൽ പീരിയോഡിക്കായിട്ട് ഹൈക്ക് കൊണ്ടുവന്ന് നിൻ്റെ ഈ ലോൺ അടയ്ക്കാനും അതിന് ശേഷം നിനക്ക് നിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന സാലറിയിലേക്കും കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ ജെൻസി ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ? ഇതിനൊരു ഒരു പ്രാക്ടിക്കൽ വിസിറ്റ് എന്ന് പറയുന്നത് ഒരു ചിലപ്പോൾ 1-2 ഒരു 4-5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ ഇത് നടക്കും ഡെഫിനറ്റായിട്ടും. കാരണം ഗ്ലോബലി ഇപ്പം നോക്കിക്കേ, ഈ ചൈനയിലെ ആളുകൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ചൈനയിൽ 30,000 വിദ്യാർത്ഥികൾ എവിടെയോ പഠിക്കുന്നുണ്ട്. അത്തരത്തിലേക്ക് ഗ്ലോബലി വരുന്ന ചലഞ്ചസ്, ഞാൻ ചൈനയിൽ റീസെൻ്റ്ലി പോയിരുന്നു. അവിടെ പോയപ്പോൾ ഇന്ന് നോക്കിക്കോളൂ, നമ്മുടെ ഓൺലൈനിൽ തന്നെ നോക്കിക്കോളൂ, ഗേൾസ് ബോയ്സിനേക്കാൾ സ്മാർട്ടാണ്. പണ്ടും അങ്ങനെയായിരുന്നു. ഇപ്പം നോക്കിക്കോളൂ, ശരിക്കും നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന തരത്തിൽ ഗേൾസ് വളരെ കാരണം എല്ലാ തരത്തിലേക്കും അവർ വരുന്നുണ്ട്. അവർക്ക് ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരു ഈ മസ്കുലർ പവർ അടക്കം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് നേരത്തെ ഈ ഡിവൈസ് ഒക്കെ വരുന്നതിന്റെ കാരണത്തിന്റെ പ്രധാന കാര്യം ഇതിനാ, ഒപ്പം നിൽക്കുവാണ്. അപ്പം ഒരു കൂട്ടിൽ 2 സിംഹം ഉണ്ടാവാൻ പാടില്ലെന്ന് നമ്മൾ പറയും. എന്നാൽ തന്നെയും അവർ ഒപ്പം വരുമ്പോൾ ഇവന്റെ കൂടെ തന്നെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ട്. ആ കോമ്പറ്റീഷനെ അതിജീവിക്കാൻ അവൻ പ്രാപ്തനായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനോട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. എന്ന് അവനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഒരു ദിവസം കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ശരിക്കും ഇത് നമ്മുടെ ബിയോണ്ട് മൈ കൺട്രോൾ, അതെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് അപ്പുറത്താണ്. സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം. സ്കൂൾ തലത്തിൽ തന്നെ കൊടുങ്ങിയിട്ട് അവൻ്റെ നീഡ് ബേസ് ഡെവലപ്പ് ചെയ്യണം. പാരൻസിന് ക്ലാസ് കൊടുക്കണം. ഏത് സ്കൂൾസാണ് അല്ലെങ്കിൽ കോളേജസ് ആണ് പാരൻസിന് ക്ലാസ് കൊടുക്കുന്നത്? 2 മണിക്കൂർ വിളിച്ച് അതിൽ 1 മണിക്കൂർ 1 മണിക്കൂർ 1.5 മണിക്കൂർ സ്കൂൾസിനെ കുറിച്ച് പറഞ്ഞ് 1/2 മണിക്കൂറിൽ ഫീഡ്ബാക്ക് എടുത്ത് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു മന്ത് ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ 1 മന്തിൽ 1 മണിക്കൂർ ഒരു ദിവസമെങ്കിലും പാരൻസിനെ വിളിക്കണം. എന്താണ് അവിടെ അപ്ഡേഷൻ നടക്കുന്നത്, എന്താണ് പഠിച്ചിരിക്കുന്നത്, ഈ മെന്റർഷിപ്പ് അവിടെ കൊടുക്കണ്ടേ? പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പാരൻസിനെ പഠിപ്പിക്കാനുള്ള ഒരു എക്സ്പീരിയൻസോ നോളജ് ലെവലോ ഇത് ഭയങ്കര വലിയ സബ്ജക്റ്റ് നമ്മൾ സംസാരിക്കുന്നത്. ഭയങ്കര വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അതിനെന്താ കാര്യം എന്ന് വെച്ചാൽ നോക്കിക്കേ, നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ, നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ പറയണം, ഗവൺമെൻറ് സെക്ടറിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് 1 ലക്ഷം രൂപയുണ്ട്. പക്ഷെ നോളജ് വൈസ് അവർ 0ലാണ്. ഇനി ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CBSE സിലബസിൽ പഠിപ്പിക്കുന്ന ആളുകൾക്ക് കുറേ കണ്ടന്റ് പഠിപ്പിക്കാനുണ്ട്. ടീച്ചേഴ്സിന് കൊടുക്കുന്ന 15,000 രൂപയാണ്. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് നോക്കിയേ. നല്ല വരുമാനം കിട്ടുന്ന ആളെ അവരെ ബ്രെയിൻ വൈസ് അവരെ ഡെവലപ്പ് ചെയ്യുന്നില്ല. എന്നാൽ കുറേ കണ്ടന്റ് കൊടുക്കാനുള്ള സ്ഥലത്ത് സാലറിയിലായിട്ടും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതേ മിസ്മാച്ച് ബിസിനസ്സിലും ഉണ്ട്. ഇതിൽ ശരിക്കും റിയലൈസ് ചെയ്യേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. സ്കൂളിൽ നിന്ന് കടന്നു പറയുകയാണെങ്കിൽ സംരംഭകൻ്റെ ഒരു ധാരണയുണ്ട്, കിട്ടുന്നല്ല അവൻ്റെ ലാഭമാണ്. ഇത് തെറ്റാണ്. ഇത് മാറ്റേണ്ട സമയമായി. സംരംഭകൻ ഉണ്ടാക്കിയിരിക്കുന്ന വരുമാനത്തിൻ്റെ സെർട്ടൻ പേഴ്സൻറ്റേജ് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ അവൻ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് നിന്നുപോകും, മുന്നോട്ട് പോകില്ല. അതായത് നേരത്തെ കൊടുത്തിരുന്ന കോൺട്രിബ്യൂഷൻ അല്ലേ, സ്റ്റാഫിന് കൊടുത്തിരുന്ന കോൺട്രിബ്യൂഷൻ്റെ സെർട്ടൻ പേഴ്സൻറ്റേജ് സംരംഭകൻ അറിഞ്ഞുകൊണ്ട് കൂട്ടേണ്ട സമയത്ത് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതായത് ഒരു സംരംഭകന് അവൻ്റെ ബിസിനസ്സിനെ ലോങ് ടൈമിലേക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇന്ന് നമ്മൾ എടുത്ത ഓരോ മാൻ പവറിനെയും ട്രെയിൻ ചെയ്ത് എത്ര കാലം നമ്മളുടെ കൂടെ നിർത്താൻ പറ്റുമോ അത്രയും കാലം നിർത്തണം. അതിനുള്ള ഇനീഷ്യേറ്റീവ് സംരംഭകൻ മുൻകൂട്ടി അറിഞ്ഞു ചെയ്യണം. അവൻ എന്നും ഒരാളൊരു ജോലി
വിടാൻ തീരുമാനിക്കുമ്പോൾ മറ്റൊരു ജോലി കണ്ടെത്തി ഓഫർ ലെറ്റർ വാങ്ങിയതിന് ശേഷം മാത്രമാണ് വന്ന് പറയുന്നത് സാർ ഞാൻ നാളെ തൊട്ട് വരില്ല എന്നുള്ളത്. യെസ് മുൻകൂട്ടി ആരും ഒരു ക്ലൂ പോലും തരത്തില്ല. യെസ് അപ്പോൾ ആ ചിന്ത പോലും മനസ്സിൽ വരാതെ അവൻ്റെ ഫ്യൂച്ചർ, ഇപ്പം ഞാനൊരു എംപ്ലോയി ആണെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ എൻ്റെ എംപ്ലോയറുടെ കയ്യിൽ ഭദ്രമാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ യെസ് അത് വ്യക്തമായി എൻ്റെ പേ സ്കെയിലിൽ അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ യെസ് എനിക്ക് 100% കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. യെസ് അപ്പോൾ അത്രയും വിഷണറി ആയിരിക്കണം ഒരു സംരംഭകൻ. എന്നാൽ അതോടൊപ്പം ആ സിസ്റ്റം ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് പെർഫോമൻസ് റിട്ടേൺ കൊടുക്കുകയും വേണം. യെസ് ഇത് കൃത്യം ഇതൊരു ബാർട്ടർ സിസ്റ്റം തന്നെയാണെന്ന്. ഇത് ബാർട്ടർ സിസ്റ്റം തന്നെയാണ്. അതായത് ഒരു എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എത്ര മേടിക്കാൻ തീരുമാനിച്ചോളൂ, അതിന് എഗൻസ്റ്റ് അവന് കൊടുക്കും കൂടെ വേണം. തീർച്ചയായിട്ടും ഈ ഒരു ബാർട്ടർ സിസ്റ്റം ശരിക്കും ഫോളോ ചെയ്യില്ലെങ്കിൽ, ഞാൻ സ്റ്റാഫിനോട് പറയുന്നൊരു കാര്യമുണ്ട്, വീടിന് ചുറ്റും കുഴി എടുത്തു കഴിഞ്ഞാൽ വെള്ളം കിട്ടില്ല. വെള്ളം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു കുഴിയിൽ ഡെപ്തിൽ കുഴിക്കണം. അത് പാറ കണ്ടാലും നിൽക്കരുത്. അതെ. ഇന്ന് പാറ കാണുമ്പോൾ കയറി പോകണമെന്ന് അറിയൂ, കാരണം ഇവനിവിടെ സഫീഷ്യൻ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അപ്പുറത്തേക്ക് പോയി നോക്കുകയാണ് അതിനേക്കാൾ സഫീഷ്യൻ്റ് കിട്ടുന്നുണ്ടെന്ന്. ഇവിടെ സഫീഷ്യൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ പാറ കണ്ടാലും അവിടെ വീണ്ടും ഡിഗ് ചെയ്യും. പലപ്പോഴും നമ്മുടെ ചലഞ്ച് എന്തറിയൂ, നമ്മുടെ സംരംഭകർ പറയും ഇവൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി കിട്ടുന്നില്ല, ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ 20,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഇവർ 2 പേരെ വെക്കും, അത് 2 പേർക്കും 10,000 വെച്ച് കൊടുക്കും. കാരണം ഓരോരുത്തരും പോയി അടുത്തുണ്ടല്ലോ. ഇങ്ങനെ വെച്ചിട്ട് ഇവൻ 10,000 വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇവന് ആവശ്യമുള്ളത് കിട്ടുന്നില്ല, അവന് ആവശ്യമുള്ളത് കൊടുക്കണില്ല. അപ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്യണില്ല. പകരം സംരംഭകൻ 20,000 കൊടുത്തിട്ട് നിൻ്റെ കയ്യിൽ നിന്ന് ഇന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യണത് എന്ന തരത്തിലേക്ക് മാറിയില്ലെന്നുണ്ടെങ്കിൽ, ഇതെങ്ങനെയാണ് ദുബായിലൊക്കെ പോയി ചെയ്യുന്നത്? ദുബായിൽ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇതേ പേഴ്സണിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു, അവൻ അവിടെ വർക്ക് ചെയ്തില്ലെങ്കിൽ അവൻ്റെ വിസ 6 months ബാൻ ചെയ്യും. ഞാൻ ഉണ്ടായിരുന്നു ദുബായിൽ, എൻ്റെ ഏറ്റവും വലിയ ഫിയർ എന്തായിരുന്നു അറിയൂ, ഇത് ശരിക്കും പ്രൊഡക്റ്റീവ് ആയില്ലെങ്കിൽ എന്നെ ബാൻ ചെയ്യും. 6 months ബാൻ ചെയ്യാൻ നാട്ടിൽ പറയേണ്ടി വരും. പാസ്പോർട്ട് അവരുടെ കയ്യിലാണ്, ഇനി എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് വന്നപ്പോൾ ഞാൻ സ്വയം മെനക്കെട്ടിരുന്ന് രാത്രി 10 മണിക്ക് ശേഷം, ഇവിടുത്തെ 10 മണിക്ക് ശേഷം 12, ഇവിടുത്തെ 11:30 ശേഷം ദുബായിൽ 11:30 ശേഷം നാളെ പഠിപ്പിക്കേണ്ട കാര്യം ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ഞാൻ. കാരണം അത് ഞാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നെ 6 months ബാൻ ചെയ്യും. ഇവിടെ അതല്ല ചെയ്യുന്നത്. ഇവിടെ അതേ മാൻ പവറിനെ വെച്ചിട്ട് ഇവൻ പ്രൊഡക്റ്റീവ് അല്ല, വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് 20,000 കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ഇവന് വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ, 10,000 കൊടുക്കുള്ളൂ. ഇനി 10,000 ബയോഡേറ്റയിൽ ആവശ്യപ്പെട്ടാൽ ഒന്നും കൂടെ ചവിട്ടി ചോദിക്കും, 8,000 വരാൻ പറ്റും ചോദിക്കും. കാരണം ഒന്നും കൂടെ പിടിച്ചാൽ നമ്മൾ ബാർഗെയിൻ ചെയ്യില്ലേ, പ്രൊഡക്റ്റ് ഫുട്പാത്തിൽ ബാർഗെയിൻ ചെയ്യില്ല. അതുപോലെ അവൻ 10,000 ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ചവിട്ടി നോക്കണമെന്ന് പറയും. ചവിട്ടിക്ക് 8,000 കിട്ടുമെന്ന് നോക്കും. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഫുൾ പ്രൊഡക്റ്റീവ് കിട്ടുക? ശരിക്കും 8,000-നും 10,000-നും ജോലി നോക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, 8,000 രൂപയ്ക്ക് ഒന്നും ആവില്ല, 10,000 രൂപയ്ക്ക് ഒന്നും ആവില്ല. വെറുതെ ശരീരം ഒരു ഭാരമായി തോന്നി വല്ലോൻ്റെ കസേരയിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നതിന് പകരം നിനക്കെന്താ വേണ്ടുന്നൊരു കണക്ക് നീ ഉണ്ടാക്കുക. എന്നിട്ട് നീ അവരോട് പറ എനിക്കിത് വേണം, പകരം ഞാൻ നിനക്കിത് തരാം. ആ ഒരു ചോദിച്ച് മേടിക്ക്. സുബിലാൽജി, ഇതാണ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു സാധനം നമ്മൾ ബിൽഡ് ചെയ്യണം. ഇവിടെ നമുക്ക് വീണ്ടും സ്കൂളിൽ കയറണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവൻ്റെ നീഡിനെ ജനറേറ്റ് ചെയ്തിട്ട് എനിക്ക് ഇത്ര പൈസ വേണം സർ എന്ന് പറയാൻ ചങ്കൂറ്റം ഉണ്ടാക്കണം. ഇവിടുത്തെ ബി സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളടക്കം എനിക്ക് ഇന്നത് വേണം സർ, അതിന് ഞാൻ ഇന്നത് തരാം സർ എന്ന് പറയുന്ന ചങ്കൂറ്റം ബിൽഡിലാണ് അക്കാഡമിക് ചെയ്യേണ്ടത്. അതൊന്നും ബിൽഡ് ചെയ്യുന്നില്ല. അത് ആര് ബിൽഡ് ചെയ്യണേ? 1+1=2, 1+1=2 എന്ന് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. ഇത് ശരിക്കും നമ്മളെയൊക്കെ മിലിറ്ററിയിലുണ്ടായിരുന്നല്ലേ, എന്നാലോചിക്കുക. എന്താണ് എനിക്ക് വേണ്ടത് എന്ന് ഞാൻ രജിസ്റ്റർ ചെയ്യുക. എനിക്ക് ഈ മന്ത് ഉണ്ടാകുമ്പോഴത്തേക്ക് എനിക്ക് ഇത്ര പൈസ വേണം, അതിന് ഞാൻ എന്ത് ചെയ്യണം? നെറ്റിൽ തപ്പിയാൽ പോരെ? എനിക്ക് 2 lakhs സാലറി മന്ത്ലി വേണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ ചാറ്റ് ജിപിടി പറഞ്ഞു തരും. അത് അവൻ പ്രിപ്പയർഡായി പോരെ. അപ്പോൾ ഈ സ്കൂളിൽ 10th കഴിയുമ്പോൾ തന്നെ പഠിപ്പിക്കുക, നിനക്ക് എന്താ വേണ്ടത്, അത് ചാറ്റ് ജിപിടി ചോദിക്കാൻ പറയാം, അതിന് എത്ര പൈസ വേണം, അപ്പോൾ എന്ത് ജോലി എടുക്കേണ്ടത്. ഇപ്പോൾ പലരും ഇപ്പം ഇവിടെയുള്ള മെജോറിറ്റി ഡോക്ടറിൻ്റെ വലിയ പ്രശ്നങ്ങൾ തീർന്നു, ഡോക്ടറാവാനുള്ള തിരക്ക് ഇപ്പോൾ കുറഞ്ഞു അല്ലേ. ഒരു പരിധി വരെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ജോബ് തപ്പുന്ന ആളുകളാണ് പേരൻസ് ആയിരുന്നത്. പേരൻസ് മക്കളുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി തപ്പുമ്പോൾ
അവന് ഇഷ്ടമില്ലാത്ത മേഖലയിൽ പോയിട്ട് ഹെൽഡപ്പ് ആയിരിക്കുകയാണ്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും ഇതാണ് ഫാക്റ്റ് നമുക്ക് വേണ്ടത്. ശരിക്കും റിയലൈസേഷൻ എന്ന് പറയുന്നത് അവൻ്റെ നീഡിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് നിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നിനക്ക് വേണ്ടത്, ആ ഡ്രീമിനെ ബിൽഡ് ചെയ്യണം. നമ്മൾ ഡ്രീം കാണാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഡ്രീം കാണണം എന്ന് പറഞ്ഞപ്പോൾ ഡ്രീം സീരിയൽ കണ്ട ആളുകളാണ് നമ്മൾ, അല്ലേ? അബ്ദുൽ കലാം സാറ് ഡ്രീം കാണുന്ന ഏതൊരു ചെറിയ കുട്ടിയെ കണ്ടാൽ അദ്ദേഹം പറയും ഡ്രീം കാണുക എന്നാണ്. നമ്മളെ അലോസരപ്പെടുത്തുന്ന ഡ്രീം കാണണമെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ നമ്മൾ എത്തി നോക്കിക്കുക, നമ്മളിവിടെ എത്തിയിരിക്കുന്നത്, ഇപ്പം നമ്മളൊരു 50+ നിൽക്കുന്ന ആളുകളല്ലേ, നമ്മളിവിടെ എത്തിയിരിക്കുന്നതിൻ്റെ പുറകിൽ നോക്കിക്കോളൂ, നമ്മുടെ മനസ്സിൽ ഡ്രീമുണ്ട്. ഇപ്പോഴും മനസ്സിൽ ഡ്രീമില്ലേ? തീർച്ചയായിട്ടും. അല്ലേ? ഇന്ന വെഹിക്കിൾ മേടിക്കണം, ഇന്ന വീടുണ്ടാക്കണം, പറഞ്ഞു ഈ മകളെ ഇങ്ങനെ ഇത്തരത്തിൽ മാരേജ് ചെയ്ത് കൊടുക്കണം. ഈ ഡ്രീമാണ് ഇപ്പോഴും എന്നെ ലീഡ് ചെയ്യണേ. ഒരു കോള് വരുമ്പോൾ വീണ്ടും സംസാരിക്കാൻ തോന്നുന്നത് എൻ്റെ ഡ്രീംസാണ്. ഈ ഡ്രീംസ് ഞാൻ ബിൽഡ് ചെയ്താണ്. ഡ്രീം ഉണ്ടായിരുന്ന ആളുകൾ മാത്രമാണെന്ന് സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുന്നത്. ഡ്രീം ഉള്ളവർ മാത്രമാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നോക്കിക്കോളൂ. ജോയ് സാറിൻ്റെ ഒരു ബുക്ക് ഇറങ്ങിയിട്ട് റീസെൻ്റ്ലി വായിച്ചിരുന്നോ? വളരെ ഒരു സ്പ്രെഡിങ് ജോയ് എന്ന് പറഞ്ഞ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് ജോയ് സാറ്. അതുപോലെ കല്യാൺ സ്വാമി ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അവരുടെ ഡ്രീം എന്തായിരുന്നു, എങ്ങനെയാണ് ഡ്രീമിലേക്ക്, ആ ഡ്രീമിൻ്റെ പുറത്ത് പോയവരാണ് സക്സസ് ആയിരിക്കുന്നത്. ഇന്ന് സിലബസിനകത്ത് ആഡ് ചെയ്യേണ്ടത് ഡ്രീം ബിൽഡിംഗ് ആണ്. ഞാൻ പറയാറുണ്ട് വിഷൻ ബുക്ക്, ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ പറയാറുണ്ട് കുട്ടികൾക്ക്, വിഷൻ ബുക്ക് 200 പേജിൻ്റെ ബുക്ക് മേടിച്ചിട്ട് വിഷൻ ബുക്ക്, നമുക്ക് 7 തരത്തിലുള്ള വെൽത്ത് ഉണ്ടാക്കണം. 7 വെൽത്ത് എങ്ങനെയാണ് വിഷൻ ബുക്കിൽ എഴുതിയിരിക്കേണ്ടത്, ഓരോ മാസം ആ വെൽത്ത് എന്തൊക്കെ കൂടുന്നുണ്ട് എന്ന് നോക്കിയിട്ട് വെൽത്തിനെ ബിൽഡ് ചെയ്യാനായിട്ട് ഡ്രീം ഉണ്ടാക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഡ്രീം ബിൽഡിങ് ഇതിപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നെങ്കിലും ഡ്രീമിനെ ബിൽഡ് ചെയ്യലാണ് നേരത്തെ ജെൻസിനെ വർക്കിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ടൂള്. അത് നമ്മൾ ജോബിലേക്ക് വരുന്നതിന് മുൻപ് ചെയ്യേണ്ട പ്രോസസ്സാണ്. ഇല്ലെങ്കിൽ ആ ഡ്രീമിനെ ബിൽഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം സംരംഭകനും കൂടി അടക്കമുണ്ട്. അവനെ പെയിൻ ആഡ് ചെയ്യണം. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു ഡ്രീമിൻ്റെ കാര്യം ബൈക്ക് പറഞ്ഞില്ലേ, ബൈക്ക് പറഞ്ഞ് ഞാൻ ഫണ്ണിൽ രൂപേണ പറയാറുണ്ട്. കല്യാണം കഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി കുട്ടികളുണ്ടാവും എന്ന് പറയാറുണ്ട്. ഓട്ടോമാറ്റിക്കലി ഉണ്ടാവില്ല, പണിയെടുക്കണം എന്ന് പറയാറുണ്ട് ഞാൻ. കുട്ടികളുണ്ടാകുമ്പോൾ പണിയെടുക്കണമെങ്കിൽ അതൊരു പണിയല്ലേ? യെസ്. അങ്ങനെ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഈ 2 കുട്ടികളെയും വെച്ചിട്ട് ബൈക്കിൽ പോകാൻ പറ്റില്ല. ഇന്ന് ബൈക്കാരും ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഈ സംരംഭകൻ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആൾ പഠിപ്പിക്കേണ്ടത് അവന് കല്യാണം കഴിയുമ്പോൾ കല്യാണത്തിനൊരു കാർ ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കണ്ടേ? കല്യാണം കഴിഞ്ഞ് 2 പേരും പോകുന്നു, ഹണിമൂൺ 6 months ഉണ്ട്, നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ റോഡിനെ ശ്രദ്ധിക്കാതെ വരും. യെസ് പറഞ്ഞു. അപ്പോൾ കല്യാണത്തിന് നിൻ്റെ കയ്യിൽ ഒരു കാർ ഉണ്ടാക്കേണ്ടത് നിൻ്റെ ഡ്രീമിൽ ഇടണമെന്ന് പറയാറുണ്ട്. ശരിയല്ലേ? അല്ലേ? അല്ലെങ്കിൽ ബൈക്കിൽ ബാച്ചലർ ലൈഫിൽ ബാച്ചലർ ലൈഫിൽ ഒരു കുട്ടി 20, 20, 25 വർഷം വേറൊരാളുടെ കൂടെ വേറെ വീട്ടിൽ ജീവിച്ചൊരാൾ അവനെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ അവനേക്കാൾ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ കുട്ടീനെയാണ്. പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അപ്പം തന്നെ നിൻ്റെ ലൈഫിൽ ഒരു കാർ ഉണ്ടാവണം. ഇത് ഡ്രീമിൽ ആഡ് ചെയ്തൂടെ? അല്ലേ? ബൈക്കിനപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ശരിയല്ലേ? പ്രോഗ്രസീവ് ആണത്. ഫസ്റ്റ് ഇയർ 5 lakh, 5th year 50 lakhs, ലോൺസ് കൂടി വരും. പക്ഷെ വേറൊരു രസകരമായ ഒരു കാര്യം കാണാറുണ്ട്. നമ്മൾ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയും, എടാ നീ നിന്റെ ഗോൾസ് ഏത്, നിന്റെ ഗോൾസ് എന്താ? സർ എനിക്കൊരു ബൈക്ക് വാങ്ങണം, ശരി, എനിക്ക് അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, എനിക്ക് പുതിയൊരു വീട് വെക്കണം. അപ്പോൾ ഇതെല്ലാം എഴുതി മൊത്തം ഒരു 50 lakhs കണക്ക് വെക്കും. അപ്പോൾ നമ്മൾ ബിസിനസ് ഓണർ അവനോട് പറയാണ്, എടാ ഈ 50 ലക്ഷം രൂപ നേടാനായിട്ട് ഞാൻ നിനക്കൊരു വഴി പറഞ്ഞുതരാം. നീ ഈ കമ്പനിക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യുക, പകരം നിനക്ക് ഇന്ന കാര്യങ്ങൾ കമ്പനി തരും. അപ്പോൾ അവൻ തിങ്ക് ചെയ്യുന്നത് അറിയോ, ഇത് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഈ ഒരു കണക്ക് എഴുതിപ്പിക്കൽ. അപ്പോൾ അവൻ്റെ മൈൻഡിൻ്റെ മറ്റൊരു ഏരിയ ആക്ടിവേറ്റ് ആവുകയാണ്. എന്നെ കൊണ്ട് അങ്ങനെ പണിയെടുപ്പിച്ചത് നീ കാശുണ്ടാക്കണ്ട, കാരണം ഇവൻ 50 ലക്ഷം കിട്ടുമ്പോൾ അവിടെ 50 ലക്ഷം കിട്ടുന്നുണ്ടായിരിക്കും. അത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് വളരെ ഓപ്പൺ ആയിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിവേർ ഇൻ ദി വേൾഡ് ഇഫ് മണി ഈസ് ഫ്ലോയിങ് ഫ്രം എ പ്ലേസ് ടു പ്ലേസ്, അത് ട്രാൻസാക്ഷൻ വഴിയാണ്. ഒരു കസ്റ്റമറിൽ നിന്ന് ബിസിനസ്സിലേക്കും ആ ബിസിനസ്സിൽ നിന്ന് സാലറിയുമായിട്ടാണ് മണി ഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പട്ടാളത്തിൽ പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും ക്യാഷ് ഫ്ലോ ഇങ്ങനെ തന്നെയാണ്. ടാക്സ് കൊടുക്കുന്നു, സാലറി ആയിട്ട് വരുന്നു ഗവൺമെൻറ് എംപ്ലോയീസിന്. ഇവിടെ കസ്റ്റമർ പൈസ കൊടുക്കുന്നു, അവൻ ശമ്പളമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇഫ് യു സപ്പോർട്ട് ഇൻ ദാറ്റ് പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് മോർ കസ്റ്റമർ ഓർ റവന്യൂ, certainly that organization can help the people. അത് മനസ്സിലാക്കാതെ arrogant മൈൻഡ് സെറ്റിലേക്ക് മാറും. അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ട്രെയിനിങ്സിൽ തന്നെ ഇത് പറയുമ്പോഴും ഈ എംപ്ലോയീസിൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട്സ് വരാറില്ലേ? 100%. ഇത് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ പ്രോബ് ചെയ്യുക എന്നൊക്കെ മാത്രമല്ല, ശരിക്കും നമ്മൾ ഒരു 8 hours കൊണ്ടൊക്കെ എടുക്കുന്ന ക്ലാസ്സിൽ മൈൻഡ് സെറ്റാണ് മാറ്റുന്നത്. ഞാൻ പറയാറുണ്ട്, കസ്റ്റമർ ഈസ് യുവർ ഫുഡ്. അതെ സർ, എന്നാലോചിച്ച് നോക്കിക്കേ, കസ്റ്റമർ വരുന്നോണ്ടല്ലേ അവൻ ഭക്ഷണം കഴിക്കുന്നത്.
അല്ലേ? അതെ. ഇപ്പോൾ യൂസഫ് അലി സാറ് ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് വിൽക്കാനിട്ടിരിക്കുകയാണ്. എന്തോ ഒരു കുറവ് കണ്ടെത്താണ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് എവിടെ വിൽക്കാനിട്ടിരിക്കുകയാണ്. ആളുകൾ ഒരു കുറവുകൾ കണ്ടെത്തുകയാണ്. 72,000 ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേരളത്തിലെ. അത് കേരളത്തിൽ 35,000 പേര് മലയാളികളാണേ. 72,000 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ അതിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൻ്റെ പുറത്തുള്ള ഈ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഏൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംരംഭകൻ കേരളം നന്നായി ജീവിക്കുന്നതിൻ്റെ പ്രധാന റീസൺ ഇവിടുത്തെ സംരംഭകരാണ്. ആണ്. അല്ലേ? അതെ. നോക്കിക്കേ, കേരളത്തിലെ ആളുകൾ മികച്ച രീതിയിൽ ഡ്രസ്സ് ധരിക്കാൻ പഠിപ്പിച്ചൊരു സംരംഭകരാണ്. അതെ. അല്ലേ? അതെ. കാരണം ഇവിടുത്തെ സംരംഭകർ കേരളത്തിൽ മാത്രമല്ല ബിസിനസ് ചെയ്യുന്നത്, അതെ. അവർ ലോകത്ത് മുഴുവൻ ബിസിനസ് ചെയ്യാണ്. അതെ. ഒരു തമിഴ്നാട്ടുകാരനോ ഒരു കർണാടകക്കാരനോ ഒരു ചൈനക്കാരനോ നമ്മുടെ അവിടെ നിന്ന് ബിസിനസ് ചെയ്യുന്നില്ല. ഇല്ല. അല്ലേ? ഇല്ല. നമ്മളെല്ലാം അവിടെ പോയി ബിസിനസ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുവാണ്, അവിടത്തെയൊക്കെ ലൈഫ് സ്റ്റൈൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതെ. ശരിയല്ലേ? അതെ. അപ്പോൾ ഇവിടുത്തെ സംരംഭകൻ എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ സാലറി തരാൻ വേണ്ടിയുള്ളതല്ല. ഈ നാടിനെ, ഈ സൊസൈറ്റിയെ നിലനിർത്തുന്നവനാണ്. അതെ. ഈ ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കണം. അതാണ് വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് ഇല്ലാണ്. ഇത് സമൂഹത്തിനെ പഠിപ്പിക്കണം. ഗവൺമെൻറ്റിന് കുറ്റം പറയാനില്ല. ഗവൺമെൻറ് ഒരു 7.5 ലക്ഷം പേർക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് ഉള്ളൂ. ബാക്കി എല്ലാവരും ഈ റോട്ടിൽ നോക്കിക്കോളൂ. റോട്ടിൽ കടന്നു പോകുമ്പോൾ യൂണിഫോം ഇട്ട് പോകുന്നു. 1 മിനിറ്റിനുള്ളിൽ എത്ര കുട്ടികൾ യൂണിഫോം ധരിച്ചു പോകുന്നുണ്ട്. മുടി എങ്ങനെ കോംബ് ചെയ്യണമെന്ന് സംരംഭം പഠിപ്പിക്കുന്നുണ്ട്. യെസ് ഓർ നോ? 2 നേരം പല്ല് തേപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന സംരംഭകനാണ്. അതെ. 2 നേരം പല്ല് തേപ്പിക്കണം. രാത്രി പല്ല് തേക്കണമെന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നഖം വെട്ടണം എന്ന് പറയുന്നുണ്ട്. കാരണം സംരംഭകൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാനിരിക്കുന്ന സമയത്ത്, ഒരു ഗോൾഡ് വിൽക്കാനിരിക്കുന്ന സമയത്ത് നഖത്തിനകത്ത് അഴുക്കുണ്ടെങ്കിൽ അത് ബാഡ് ഫീലിംഗ് ആണ്. ഇതെല്ലാം അപ്പോൾ എന്താ നടക്കുന്നത്? സാലറി മാത്രമല്ല തരുന്നത്, ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആവാനായിട്ട് സംരംഭകൻ സഹായിക്കുന്നുണ്ട്. അത് ബൈ പ്രോഡക്റ്റ് പോലെ വരുന്നതാണെങ്കിലും അതിന് പലപ്പോഴും നമ്മൾ ഗവനിക്കുന്നില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ശരിക്കും ട്രെയിനിങ് എന്ന് പറയുന്ന 8 അവേഴ്സിന് കൊടുക്കുന്ന സ്കിൽ എൻഹാൻസ്മെൻ്റ് അല്ല. സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം, നോളേജ് ഡെവലപ്പ് ചെയ്യണം എന്ന മൈൻഡ് സെറ്റാണ് ഒരു 8 അവേഴ്സിനകത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം മൈൻഡ് സെറ്റ് ഡെവലപ്മെൻ്റ് ആണ് വേണ്ടത്. അതായത് നമ്മുടെ മൈൻഡ് സെറ്റിനകത്ത് റിവേഴ്സ് എഞ്ചിനീയറിങ് വേണം, പ്രത്യേകിച്ച് മലയാളിക്ക്. അല്ലേ? നമ്മളെല്ലാം മലയാളികളാണ്. നമ്മളെ എന്തിനെ കാണുമ്പോഴും, എന്ത് വിഷയങ്ങളെ കാണുമ്പോഴും ആദ്യം ട്രിഗർ ചെയ്ത് വരുന്നത് നെഗറ്റീവാണ്. അല്ലേ? അത് ഇപ്പം ഇവിടെ ഈ ലുലുവിൽ തന്നെ എനിക്ക് ഇപ്പോൾ തൃശ്ശൂരിലൊരു വിഷയം നടക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ലുലു എന്ന സ്ഥാപനം ഒരു 2,000 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കൊണ്ടുവരാനുള്ള ഒരു മാൾ കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അത് ആരോ ഒരു പെറ്റീഷൻ കൊടുത്ത് വേൾഡപ്പ് ആയിരിക്കുക. അപ്പോൾ അവിടെ എന്താ തണ്ണീർത്തടം, നിങ്ങൾ നോക്കിക്കോളൂ. അവിടെ പുഴയ്ക്കപ്പാടത്ത് പോയി നിറയെ തണ്ണീർത്തടമാണ്. മലമ്പാമ്പടക്കമാണ് റോഡിൽ കയറി വരുന്നത്. അടുത്തിടയൊന്നും അവിടെ പണി നടത്തിയിട്ടില്ല, വെറുതെ തരിച്ചു ഭൂമി കെടുക്കുവാണ്. അതിനകത്ത് ഒരു ബിൽഡിംഗ് പണിത് 2,000 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ 2,000 പേർക്ക് മാത്രമല്ല, അതിനൊരു 50,000 പേർക്ക് വേറെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അത് കൊടുക്കുകയാണ്. കാലത്തിൻ്റെ മാറ്റമാണ്. ഇതിനകത്തൊരു ഡീമെറിറ്റ്സ് എന്താ അറിയൂ? നമുക്ക് ഒരു കൂട്ടം ആളുകൾ മാത്രം വളരുന്നു, ഒരു കൂട്ടം ആളുകൾ ഇംപ്ലിമെൻറ്റിങ്ങിലേക്ക് വരുന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് മിഡിൽ മാൻ ഇല്ലാണ്ടാവുന്നു, സംരംഭകർ മാത്രം വലുതാകുന്നു. പക്ഷേ കാലം അങ്ങനെയല്ല പോകുന്നേ, അതിനനുസരിച്ച് നമുക്കും പോലെ പറ്റുള്ളൂ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, സംരംഭകർ വലുതാവുന്നു. ഇപ്പോൾ യൂസഫ് അലി സാറ് അല്ലെങ്കിൽ ജോയ് ആലുക്കാസ്, ഇവർ വളരുന്നത് കണ്ടിട്ടാണ് പലർക്കും കണ്ണുകടി. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് അങ്ങനെയുള്ള അഗ്രസീവ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഫോറിൻ മണി ഇവിടെ വരുന്നതും, ഇത്രയും പേർക്ക് ജോലി കിട്ടുന്നതും, നമ്മുടെ കേരളത്തിലെ ബ്രാൻഡുകൾ പുറത്തേക്ക് പോകുന്നതും എല്ലാം അങ്ങനെയുള്ള റിയൽ വിഷനറി, അല്ലെങ്കിൽ വേണമെങ്കിൽ സൈക്കോ എന്ന് പറയാം, ലൈഫിലെല്ലാം മാറ്റി വെച്ച് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇവിടെ. ഇല്ലെങ്കിൽ എത്രയോ പുറത്തുള്ള ബ്രാൻഡുകൾ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന ആമസോണിലാണെങ്കിൽ ആ കാശ് പോകുന്ന ഡൽഹിയിലേക്കും അല്ലെങ്കിൽ അമേരിക്കയിലേക്കുമാണ്. ഇതറിയാതെ എല്ലാവരും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യും. ഇവിടെ നിന്ന് വാങ്ങുന്ന ഇവിടുത്തെ ബ്രാൻഡിൻ്റെ പൈസയാണെങ്കിൽ ആ പൈസ നമ്മുടെ നാട്ടിൽ ചിലവാക്കും, മറ്റൊരുത്തിന് അത് ശമ്പളമായി കിട്ടും. ഇവിടെ ഒരു ബിൽഡിംഗ് വരും, ഇവിടെ ഒരു സ്കൂൾ വരും, ഹോസ്പിറ്റൽ വരും. ഇത് ആലോചിക്കാതെ ഇവിടെയുള്ളവൻ നന്നായ നമുക്കത് പ്രശ്നമാണ്. ഈ മൈൻഡ് സെറ്റ് മാറ്റാൻ അഗൈൻ നമ്മളും കുറേയൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് കളക്റ്റീവായിട്ട് എല്ലാവരും കൂടെ മനസ്സിലാക്കണം. ഈ നാട് വളരണമെങ്കിൽ ആ വളർച്ചയിൽ നമ്മളും ഭാഗമാണ്, ആസ് എ ഗിവർ ആൻഡ് ആസ് എ ടേക്കർ. എക്സാക്ട്ലി. അത് മനസ്സിലാക്കാതെ ഇപ്പോൾ കേരളം എന്തുകൊണ്ട് പലരും പറയുന്നതാണ് ഫസ്റ്റ് തോട്ട് ഓഫ് എ മലയാളി ഈസ് നെഗറ്റീവ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് ട്രൂ ആക്ച്വലി. എനിവേ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. ഇതിൽ തന്നെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ തന്നെ ആഡ് ചെയ്യേണ്ടത്, അതായത് നമുക്ക് 2 പ്രോസസ്സ് ഉണ്ട് തിങ്കിങ്ങിൽ. ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്, മറ്റൊന്ന് ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പോൾ
ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമാണ് സത്യത്തിൽ നമ്മൾ ഈ നെഗറ്റീവായിട്ട് വരുന്നത്. ആ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ക്രിട്ടിക്കലി ഒബ്സർവ് ചെയ്തതിന്റെ ഭാഗമാണ് നമ്മൾ ഇത്രയും വലുതായത് കേട്ടോ. എങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലുലുവിൽ സീസൺ സെയിൽസ് നടക്കുന്നുണ്ട്, അറിയാവോ? എവറി ഇയർ 2 സീസൺ സെയിൽസ് നടക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ആമസോണിൽ ഉണ്ടാക്കിയ പരിപാടിയാണ്. പക്ഷേ ആമസോണിൽ ഉണ്ടാക്കിയ ഇന്നോവേഷൻ ഒരു 5 വർഷമായിട്ട് ലുലുവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നോക്കിക്കേ, ഒരു ടി വി 1,00,000 രൂപയിൽ തന്നെ 75,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നു. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിവിലേജ് കസ്റ്റമറിന് കൊടുക്കണം. എന്നാലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ആ യുണീക്കായിട്ടൊരു ആശയത്തിനെ ഈ സംരംഭകൻ ഈ സൈക്ക് ചെയ്യാൻ തോന്നും നമുക്ക്. അതിനെ കണ്ടെത്തിയിട്ട് അതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ ഫെസിലിറ്റി എൻജോയ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ടീമിന് കൊടുക്കുകയാണ്. ശരിയല്ലേ? അപ്പോൾ അവരെ തോട്ട് പ്രോസസിങ് തിങ്കിങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ ഇട്ടിരിക്കുന്ന കോട്ടടക്കുന്നത്. തീർച്ചയായിട്ടും ശരിയല്ലേ? അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ക്രിട്ടിക്കൽ അനലൈസിങ് കൂടി തന്നെ ആയിക്കോട്ടെ. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇപ്പം നമ്മൾ കാരുണ്യ ലോട്ടറി എടുക്കുന്നു. കാരുണ്യ ലോട്ടറി നമ്മൾ എടുക്കുകയാണെങ്കിൽ മെജോറിറ്റി ആളുകൾക്കറിയാം ലോട്ടറി അടിക്കാൻ തന്നെയാണ് എടുക്കുന്നത്. ഇൻ കേസ് അടിച്ചില്ലെങ്കിൽ അത് കാശ് പോവും. പക്ഷെ അത് കുറേ പേർക്ക് ഗുണമുണ്ടെന്നൊരു മനസ്സ് നമ്മുടെ മനസ്സിലെടുക്കുന്നുണ്ട്. അങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത് എടുക്കുന്നുണ്ട് ആളുകൾ. ഈസോർണോ? അപ്പോൾ അവൻ്റെ മനസ്സിലാവും ആർക്കും കിട്ടിയില്ലെങ്കിലും ആ പാവപ്പെട്ട ആൾ ഗുണമാക്കിയല്ലോ. അങ്ങനെ ഒരു കാരുണ്യ ലോട്ടറി ഈ സംരംഭകനിലും ഇല്ലേ? ഈസോർണോ? അവൻ വരുമാനം ഉണ്ടാക്കുന്നു, അതിൻ്റെ കൂടെ നിരവധി പേർക്ക് അവൻ കാരുണ്യം കൊടുക്കുന്നില്ലേ എന്ന തരത്തിലേക്ക് ചിന്തകൾ ഇന്ന് മാറ്റേണ്ടതുണ്ട് എന്ന് തോന്നൽ നമുക്ക് ആവശ്യമാണ്. എത്രയോ കുടുംബങ്ങൾ, എത്രയോ നാടുകൾ 1 or 2 സംരംഭം തന്നെ. ഇപ്പോൾ നമ്മുടെ കിഴക്കമ്പലം, അത് നല്ലൊരു എക്സാമ്പിളാണ്. ഒരൊറ്റ ഇൻഡസ്ട്രി, ഒരൊറ്റ കമ്പനി ആ ഒരു നാടിനെ മൊത്തം നോക്കുകയാണ്. അവർക്ക് ജോലിയും എല്ലാ ഫെസിലിറ്റിയും അവിടുത്തെ റോഡുകളും എല്ലാം അവർ ഈവൻ അവർക്ക് റേഷനിൽ വരെ അവർ നല്ലോണം പ്രൈസ് കട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ബിസിനസ് വളരുമ്പോൾ നാടിന് കിട്ടുന്ന ഗുണമാണ്. പകരം അവൻ നന്നായി എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന എത്രയോ കാര്യങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഇതിന് കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. നമ്മൾ വളരെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറച്ച് പേര് സംസാരിക്കുമ്പോഴാണ് ഈ നെഗറ്റീവ്, എല്ലാവരും നെഗറ്റീവ് ഒന്നല്ല കേട്ടോ. എന്നാലും നമ്മൾ കൂടുതൽ നെഗറ്റീവ് അല്ല കേൾക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിങ്ങൾ റീസെൻ്റ്ലി പോയിട്ടുണ്ടെങ്കിൽ വടക്കേ സ്റ്റാൻഡിൽ ഡ്രഗ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഡ്രഗ്സിനെ ഉപയോഗിക്കരുത്, ദോഷമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതെന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നത്? അതായത് ഒരു ഭീകരമായൊരു നീരാളി നമ്മളെ പിടിക്കുന്നതായിട്ടാണ് അവിടെ ഒരു വലിയൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുക. എവ്രിബഡി അത് കാണുന്നുണ്ടാകും. അവിടെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന മെസ്സേജാണ് വരുന്നത്. ഡ്രഗ്സിനെ എല്ലാ ദിവസവും എന്നിലേക്ക് റിമൈൻഡ് ചെയ്യണത് ചെയ്യുന്നത് അല്ലേ? അവിടെ ഡ്രഗ്സിന് റിമൈൻഡർ ആണ് വേണ്ടത്, അത് മറന്നുപോലല്ലേ വേണ്ടത്. പകരം വേണമെങ്കിൽ ഒരു മഹാത്മാഗാന്ധിയുടെ ഒരു വലിയൊരു ഫോട്ടോ ഉണ്ടാക്കി വയ്ക്കാം, വലിയൊരു പ്രതിമ ഉണ്ടാക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു വിഷണറി പേഴ്സൻ്റെ വലിയ പ്രതിമ ഉണ്ടാക്കിക്കണം. എല്ലാ ദിവസവും ഞാൻ അതാണ് കാണുന്നത്. ഇതുപോലെ ആവണം എന്നാണ്. ഇപ്പം ഡ്രഗ്സിൻ്റെ പ്രതിമ കാണുമ്പോൾ കാണാത്തൊരു എന്താ സംഭവം, എന്താ സാധനം, ഡ്രഗ്സ് കഞ്ചാവിനെ കുറിച്ചാണ് പറയണല്ലേ. അവൻ്റെ മനസ്സിലേക്ക് ആ തോട്ടിനെ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യണേ. ഇതാണ് നമ്മുടെ നെഗറ്റീവ് തോട്ടിൻ്റെ പ്രത്യേകത. JP, നമ്മൾ ഈ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം പുറത്ത് കോമ്പറ്റീഷൻ, എവറി ഡേ പുതിയ ബ്രാൻഡുകൾ വരികയാണ്, ഭയങ്കര കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോമ്പറ്റീഷനെ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കോമ്പറ്റീഷനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെയാണ് ഈ സ്റ്റാഫിനെ കണ്ടിന്യൂസ് അപ്ഗ്രഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുക? ഇപ്പോൾ അവർ ജോലി ചെയ്യുന്ന സമയം നമുക്ക് ഫുൾ ടൈം ട്രെയിനിങ്ങിന് മാറ്റി വയ്ക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പുറത്ത് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് ടെക്നോളജി അപ്ഡേഷൻസ് വരുന്നുണ്ട്, ഇന്നോവേഷൻസ് വരുന്നുണ്ട്. അതറിയാതെ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മളുടെ സെയിം ഓൾഡ് പ്രൊഡക്റ്റ് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ കസ്റ്റമർ ചിലപ്പോൾ നമ്മളെക്കാളും കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയിരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? യൂഷ്വലി ഈ സംരംഭകർ പറയണ ഒരു കംപ്ലൈൻ്റ് ആണ്, ബിസിനസ് ഇല്ല, ഇവർ ശരിയാവുന്നില്ല. അത് ഈ സ്റ്റാഫിൻ്റെ മുഴുവൻ കുഴപ്പമില്ല. ഈ നമ്മുടെ പ്രോഡക്റ്റ് ഇന്ന് സമൂഹത്തിന് ആപ്റ്റല്ല, കോമ്പീറ്റൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കുറയും അല്ലേ? അപ്പം നമ്മുടെ പ്രോഡക്റ്റിനെ കോമ്പീറ്റൻ്റ് ആക്കണം. ആ കോമ്പീറ്റൻ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് എന്തെങ്കിലും പുതുമകൾ ഉണ്ടാക്കണം. അപ്പോൾ ഞാനും പറയുവാണെങ്കിൽ, ഞാൻ തുടക്കം മുതലേ പറയുന്നൊരു കാര്യമാണ് കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ. ട്രെയിനിങ്ങിന് ഒരു കസ്റ്റമൈസ്ഡ് സൊല്യൂഷനാണ് വേണ്ടത്. എനിക്ക് ഷൈൻ ചെയ്യാനുള്ള ഒരു വെന്യൂ അല്ല ട്രെയിനിങ്.
എനിക്ക് കോട്ടിട്ട് പോയിട്ട് യെസ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുന്ന സാധനം അല്ലത്. എൻ്റെ മുന്നിലിരിക്കുന്ന പാർട്ടിസിപ്പൻസിനെ ഷൈൻ ചെയ്യാനുള്ള വെന്യൂ ഒരുക്കുന്നവനാണ് നല്ല ട്രെയിനർ. എൻ്റെ മുന്നിലിരിക്കുന്ന പാർട്ടിസിപ്പൻറ്റ് ഷൈൻ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അവൻ ഷൈൻ ചെയ്യുക? അവൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ സെല് ചെയ്യുക? അപ്പോൾ പ്രൊഡക്റ്റിന് എന്തൊക്കെ യൂണീക്ക്നെസ് ഉണ്ട്? യൂണീക്ക്നെസ് ഉണ്ടോ? യൂണീക്ക്നെസ് ഇല്ലെങ്കിൽ യൂണീക്ക്നെസ് മാറ്റണം. ചെറിയ എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ ഈ ദശമൂലാരിഷ്ടം എന്നുള്ള അരിഷ്ടം കേട്ടിട്ടില്ലേ? അത് അടിപൊളി ചില്ലിൻ്റെ കുപ്പിക്കകത്ത് നല്ല പഴയ ഒരു 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ആയുർവേദ ഇൻഡസ്ട്രി പാക്ക് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ലാബിൽ ഒട്ടിക്കുക. ആ കുപ്പി അനങ്ങില്ല അവിടെ നിന്ന്. അരിഷ്ടം നല്ലതാണ്. ലാബിൽ മാത്രമേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളൂ. പക്ഷേ ലാബിൽ ഒട്ടിച്ചിട്ട് ഗ്ലാസ് ബോട്ടിൽ വെച്ചതാണെങ്കിൽ പോലും അത് എടുക്കില്ല. ഇന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇരുന്നോട്ടെ, അരിഷ്ടം നിറയ്ക്കുക, ഒരു നല്ല ഗ്രീൻ കളറോട് കൂടിയിട്ടുള്ള ഒരു നല്ല ലാബിലുണ്ടെങ്കിൽ ആ സാധനം പോവും. അല്ലേ? അത് പുതുമയാണ് കാണിക്കുന്നത്. ആ പുതുമ നിങ്ങളുടെ പ്രോഡക്റ്റിന് ഇല്ല എന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ എടുക്കില്ല. അപ്പോൾ ഈ പുതുമ, സെയിൽസ് ഒരു പ്രോസസ്സാണ്, സയൻസാണ്. അത് സെയിൽസിൻ്റെ ലീഡ് മുതൽ ക്ലോസിങ് വരെയുള്ള പ്രോസസ്സുണ്ട്. 7 സ്റ്റെപ്സ് ഉണ്ട്. ആ 7 സ്റ്റെപ്സിനകത്ത് എങ്ങനെ കസ്റ്റമറിനെ പ്രോബ് ചെയ്യണം, എങ്ങനെ പ്രോഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഫീച്ചേഴ്സിനെ എങ്ങനെ ബെനിഫിറ്റ് ആയിട്ട് പറയണം, ഒബ്ജക്ഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ചെറിയ എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം നമ്മുടെ ഒരു പ്രോഡക്റ്റിന് ഇപ്പം മൊബൈൽ എടുക്കാൻ തരുന്നതാണ്. ഇതിന് ഒരുപാട് ഒബ്ജക്ഷൻസ് ഉണ്ടാവില്ലേ? ഇതിനൊരു 25 ഒബ്ജക്ഷൻസ് ഉണ്ടാക്കുക. ഈ 25 ഒബ്ജക്ഷൻസും അതിന് എന്ത് മറുപടി പറയണമെന്നും മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിൽസ് പേഴ്സൺ കോൺഫിഡൻ്റ് ആവില്ലേ? സോനു, ആ ക്വസ്റ്റ്യൻ ഇല്ലാതെ അവൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇവൻ പബടിക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല അത് ചെയ്യുന്നത്, ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ പ്രോബ് ചെയ്ത് എങ്ങനെയെന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഒബ്ജക്ഷൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയിപ്പിക്കും. പിന്നെ എങ്ങനെ ക്ലോസ് ചെയ്യണം, സെയിൽസ് ക്ലോസിങ്. അപ്പോൾ ഒരു ഫിഷ് മാർക്കറ്റിൽ ഫിഷിനെ ക്ലോസ് ചെയ്യണ പോലെയല്ല കാറിൻ്റെ ക്ലോസിങ്. അത് രണ്ടിനും ഒരേ ക്ലോസിങ് അല്ല. അപ്പോൾ കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് സെയിൽസ് ക്ലോസിങ് ഈ അടുത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ ഫിഷ് മാർക്കറ്റിൽ എങ്ങനെ ക്ലോസ് ചെയ്യണമെന്നും കാർ എങ്ങനെ ക്ലോസ് ചെയ്യണമെന്നുള്ളതും 2 സബ്ജക്റ്റാണ്. അത് 2ആയിട്ട് പഠിപ്പിക്കണം. ഈ പ്രോസസ്സിനാണ് ടാലൻറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അവരുടെ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ കൊടുക്കണം. ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ പറയട്ടെ, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എൻഡ് നിൽക്കുന്ന കസ്റ്റമറില്ലേ, ആ കസ്റ്റമറുടെ 5 സെൻസിനെയും നമ്മുടെ കയ്യിലെടുക്കാൻ കഴിയണം. നമുക്ക് 5 സെൻസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കണ്ണിന് കൗതുകമായിട്ട് പ്രോഡക്റ്റിനെ കാണിച്ചു തരണം. അതായത് ഈ പ്രോഡക്റ്റാണ് തരണമെങ്കിൽ ഈ എൻ്റെ കണ്ണിന് കൗതുകമായിട്ട് കാണിച്ചു തരണം. അത് പാക്ക് അഴിക്കുമ്പോഴും നോക്കിക്കോളൂ സാറേ, ഇത് ഇങ്ങനെ വരുന്ന ഈ 3 ഇതുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ണിന് കൗതുകമായിട്ട് പ്രോഡക്റ്റിനെ എനിക്ക് പ്രസൻറ്റ് ചെയ്യണം. അതിനനുസരിച്ച് കാതിന് കൗതുകമായിട്ട് പ്രോഡക്റ്റിനെ പറയണം. അപ്പോൾ കാതും എൻഗേജ്ഡായേ. ഇനി എൻ്റെ സ്കിന്നിനെ എൻഗേജ് ചെയ്യണമെങ്കിൽ സാർ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയോളൂ എന്നുണ്ട് സാറിന് തരണം ഫീൽ. അപ്പോൾ ഫീൽ ചെയ്യണം, ടച്ച് ഫീൽ കിട്ടും. അപ്പോൾ ടച്ച് സാർ ഇതിങ്ങനെ വരുന്നത്, എന്നിട്ട് ഞാൻ ഇപ്പോൾ സാറിന് തന്നു തരുതാ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് മേടിക്കുമ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം എൻ്റെ കയ്യിൽ വെച്ചിട്ട് സാറിൻ്റെ ഇത് മേടിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു ഫീലുണ്ട്, ഓ ഈ ഐഫോൺ എൻ്റേതായിരുന്നെങ്കിൽ എന്ന് തോന്നൽ വരും. അപ്പോൾ ഈ സ്കിന്നിനെയും കൂടെ എൻഗേജ് ചെയ്യുകയാണേ, അല്ലേ? അപ്പോൾ 3 സെൻസിനെ എൻഗേജ് ചെയ്തു. അപ്പോൾ ഒരു ഷോറൂം ആണെങ്കിൽ അപ്പോൾ ഇനി അടുത്ത 2 സെൻസാണ്. ഈ ഫോൺ നക്കി നോക്കാൻ പറയരുത്. പക്ഷേ നമ്മളൊരു ബിസ്ക്കറ്റാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ പീസ് കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ ടേസ്റ്റ് ബഡ്സിനെ എൻഗേജ് ചെയ്യിക്കാം. ഇനി അവിടെ ഫ്രാഗ്രൻസ്, നല്ലൊരു ഷോറൂം ആണെങ്കിൽ നല്ലൊരു ഫ്രാഗ്രൻസ് ഉപയോഗിക്കാം, അതെൻ്റെ സ്മെല്ലിനെ എൻഗേജ് ചെയ്യും. ഒരു മിടുക്കനായ സെയിൽസ് പേഴ്സൺ അവരുടെ ഏതൊക്കെ സെൻസിനെ അവൻ്റെ പ്രോഡക്റ്റിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ അത് കണക്ട് ചെയ്യാൻ പറ്റണം. ഇത് അവനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവ ബെസ്റ്റ് അല്ലേ, ബെസ്റ്റ് പ്രോഡക്റ്റ് അല്ലേ, നല്ലതല്ലേ, എടുത്തോടെ സാറിന് നല്ല റേറ്റില്ലേ, ഡിസ്കൗണ്ടിൽ സാറേ, ബെസ്റ്റ് ഡിസ്കൗണ്ട് തരാം സാറേ, ഞാൻ മാനേജറോട് ചോദിച്ച് ഡിസ്കൗണ്ട് തരാം സാറേ, മാനേജറോട് ചോദിച്ച് ഡിസ്കൗണ്ട് തരാം. പോയി സെയിൽസ് പേഴ്സൺ പോയി. ഇവന് യാതൊരു റോളും ഇല്ല, ഇവൻ പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾ മാത്രമാണ്. മാനേജറോട് ചോദിച്ച് ഡിസ്കൗണ്ട് തരാമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ സെയിൽസ് പേഴ്സൺ അല്ല. സാറേ ഞാൻ ബെസ്റ്റ് റേറ്റ് തരാം സാർ, ഞാൻ ബെസ്റ്റ് റേറ്റ് തരാം സാറേ, ഡിസ്കൗണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ചങ്കൂറ്റുള്ള സെയിൽസ് പേഴ്സൺ ഉണ്ടാവണം. ഡിസ്കൗണ്ട് ചില എന്താ അർത്ഥം? കട കാലിയാക്കൽ എന്നല്ലേ. കട കാലിയാക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? കട കാലിയാക്കുന്ന സ്ഥലത്ത് ഒരു ഡ്രസ്സ് മേടിക്കാൻ പോയാൽ ആ ഡ്രസ്സിന് നമ്മൾ മുഴുവൻ നോക്കില്ലേ? ഇല്ലേ സർ? എന്താ നോക്കുന്നത്? കട കാലിയാക്കലാണ്. 75% ഡിസ്കൗണ്ട് ഉണ്ട്, അത് എവിടെയെങ്കിലും സ്റ്റിച്ച് വിട്ടുണ്ടാവും. അപ്പോൾ ഡിസ്കൗണ്ട് എന്നുള്ള പേര്, ഡിസ്കൗണ്ട് എന്നുള്ള വേർഡ് ഉപയോഗിക്കാണ്ട് സെല്ല് ചെയ്യാൻ പഠിപ്പിക്കണം, ക്ലോസ് ചെയ്യാൻ പഠിപ്പിക്കണം. അപ്പോൾ സെയിൽസ് ക്ലോസിങ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ റോങ്.
ഐ വിൽ ഗിവ് എ സ്പെഷ്യൽ പ്രിവിലേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രിവിലേജ് കൊടുക്കാം. സാർ ട്രെയിനർ ആയതുകൊണ്ട് പ്രിവിലേജ് തരാം. സാർ ട്രെയിനർ ആയതുകൊണ്ട് ഒരു പ്രിവിലേജ് ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പം എൻ്റെ വീട്ടിലേക്ക് എടുക്കുന്ന എൻ്റെ കസിന് കൊടുക്കുന്ന റേറ്റാണ് ഞാൻ സാറിന് തരാം. സ്റ്റാഫ് ഡിസ്കൗണ്ട് തരാം. സർ റോങ്. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കണം. അപ്പോൾ ഇതൊരു വലിയ പ്രോസസ്സാണ്. ഒരു 8 hours കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഒരു ബ്ലാ 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 പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവരുടെ സബ്ജക്റ്റിനെ പഠിച്ച്, അവരുടെ പ്രോഡക്റ്റിനെ പഠിച്ച്, സർവീസിനെ പഠിച്ച് അതിലെങ്ങനെ ഈ കസ്റ്റമറിന് ബെനിഫിറ്റ് കൊടുക്കാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാറുണ്ട്. ഡെലിവറി ചെയ്യുന്ന ആൾ ഈ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നില്ലേ, ഫർണിച്ചർ ആണെങ്കിൽ അവനാണ് ഫസ്റ്റ് സെയിൽസ് പേഴ്സൺ. എന്താ കാര്യം എന്നറിയോ? ഇവിടെ നിന്നെല്ലാം പ്രോഡക്റ്റൊക്കെ സെറ്റ് ചെയ്ത് വിട്ടു. ഇനി അവ അവിടെ ചെന്നിട്ട് റോൾ ഉണ്ടാവണ്ടേ? എവിടെയൊക്കെ ഉണ്ടേ വരാൻ പറ്റും. ഞാൻ എത്തിട്ട് 5 മണി ആളില്ല ഇവിടെ, 5 മണി വരെ എനിക്ക് വരാൻ പറ്റാട്ടാ. അവൻ്റെ 4 ഡയലോഗ് മതി, എന്നേക്കും ആ കസ്റ്റമർ നമ്മളുമായിട്ട് എഗൻസ്റ്റ് ആവും. കാരണം എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് ലാസ്റ്റ് എൻ്റെ വീട്ടിൽ വരുന്നത്. പൈസ കൊടുത്ത് പ്രോഡക്റ്റ് ഡെലിവറി ആണ്. ആ ഡെലിവറി എടുക്കുന്ന സമയത്ത് ആ ഡെലിവറി പേഴ്സൺ, ഞാൻ പറയാ ഡെലിവറി പ്ലസ് സെയിൽസ്മാൻ എന്ന് പറയാം. അവൻ സെയിൽസ് പേഴ്സണാണ്. അവൻ അവിടെ നിന്ന് ഇറങ്ങി, ഒരു ഡൈനിങ് ടേബിൾ ആണെങ്കിൽ അവൻ ഇറങ്ങി നോക്കണം. സാറേ എവിടെ ഡൈനിങ് ടേബിൾ വെക്കുന്നത്? സാറേ ഇവിടെ ഇത് കഴിഞ്ഞോ, പുട്ടിയിട്ട് കഴിഞ്ഞോ? പൊട്ടിയിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ കവർ ഇടണം സാറേ. ഒരു 5 മീറ്റർ കവർ വാങ്ങിച്ചോളൂ സാറേ, അത് കവർ ചെയ്തിടാം. അല്ലെങ്കിൽ ആ ഡസ്റ്റ് വീട് കഴിഞ്ഞ് സാധനം കെടുവരും. കെയർ ചെയ്യണം. ആ കെയർ കൊടുക്കുന്ന രീതി. കാരണം എന്താ അറിയൂ, ഫൈനലി എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഈ പ്രോഡക്റ്റിന് അവൻ തരുന്നൊരു കെയർ ഉണ്ടല്ലോ, ആ കെയർ കൊണ്ട് അവൻ നമുക്ക് റെഫറൽ തരും. തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ ആ സെയിൽസ് പേഴ്സൺ. ഇനി അടുത്തത് സെക്യൂരിറ്റി പേഴ്സൺ. ആദ്യത്തെ സ്റ്റാഫാണ്. മെജോറിറ്റി സ്ഥാപനത്തിനകത്ത് സെക്യൂരിറ്റി പേഴ്സണ് വേറെ ഏതെങ്കിലും പാർട്ടിയുടെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ വണ്ടി നിർത്തും, അതിൻ്റെ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇറങ്ങിയിട്ട് ഈ സ്വിച്ച് എന്തിനാ തന്നിരിക്കുന്നത്, കയ്യിൽ റിമോട്ട് തന്നിരിക്കുന്നതിനാ? കംഫർട്ടിനല്ലേ സർ? അല്ലേ? ഈ റിമോട്ട് സ്വിച്ച് നമുക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മതി, കീ പോക്കറ്റിൽ ഇട്ടാൽ മതി. അത്രയും കംഫർട്ട് സമൂഹം എക്സ്പെക്ട് ചെയ്യാണ്, അല്ലേ? അതിനാണ് റിമോട്ട് വെച്ചിരിക്കുന്ന കാരണത്ത്. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി റിമോട്ടൊക്കെ പ്രസ് ചെയ്ത് കയറി പോകുമ്പോഴായിരിക്കും പുറകിന്ന് ഹലോ ഇവിടെ വന്നേ, ഇവിടെ കാറിടാൻ പറ്റില്ല. കേട്ടില്ലേ? സെക്യൂരിറ്റി പേഴ്സൺ പറയുന്നത് ഇവിടെ കാറിടാൻ പറ്റില്ല. ഇതിൻ്റെ അടുത്ത ഡയലോഗ് എന്താ അറിയൂ? ഇവിടെ ഡയറക്റ്റ് ഇടുന്ന സ്ഥലമാണ്. റീറ്റെയിൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഡയറക്റ്റ് ഇടുന്ന സ്ഥലമാണ്, അതുകൊണ്ട് കാറിടാൻ പറ്റില്ല. റീറ്റെയിൽ ഷോപ്പ് ഒരുക്കിയിരിക്കുന്ന കസ്റ്റമറിനാണേ, എന്നിട്ട് ഡയറക്ടർ കാർ ഫ്രണ്ടിലിട്ടുണ്ടാവും. ഇനി ഡയറക്റ്റ് ഇടുന്ന സ്ഥലമാണെങ്കിൽ തന്നെയും ആ സെക്യൂരിറ്റി പേഴ്സൺ അത് പറയാൻ പാടില്ല. അവൻ പറയേണ്ടത് സാറേ ഡെലിവറി ഇടുന്ന സ്ഥലമാണ് സാർ, ഇവിടെ നിന്ന് ഇടാൻ പറ്റില്ല. ഇനി ഇവിടെ ഇടാൻ പറ്റും സാർ, ഒന്ന് മാറ്റിയിടാവോ? ഇനി അത് ഞാൻ ഇറങ്ങണേക്കാൾ മുൻപ് ചെയ്യണം. ശരിയല്ലേ? ഇറങ്ങി പോയിട്ടില്ല എന്നുണ്ടാവും, ഞാൻ തിരിച്ചു വരും, കാർ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ അടുത്ത പോകും. ആദ്യത്തെ സെയിൽസ് പേഴ്സണാണ് സെക്യൂരിറ്റി പേഴ്സൺ. അപ്പോൾ അവനെ ട്രെയിൻഡ് ആക്കണം. അപ്പോൾ അവൻ സെയിൽസ് പേഴ്സൺ അല്ല, അവൻ ട്രെയിനിൽ ആഡ് ചെയ്യില്ല. എൻ്റെ സ്ഥാപനത്തിന് ഞാൻ ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ സെക്യൂരിറ്റി പേഴ്സൺ നിർബന്ധമായിട്ട് ആഡ് ചെയ്യും. കാരണം അവൻ സെയിൽസ് പേഴ്സണാണ്. അവൻ്റെ ഒരു ബാഡ് ഇംപ്രഷൻ എന്നേക്ക് നമ്മുടെ സ്ഥാപനത്തിനെ ബാധിക്കും. ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതൊക്കെ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ ഇൻ പേഴ്സൺ ട്രെയിനിങ് കൊടുത്താൽ നടക്കുള്ളൂ. ഇതിനാണ് ഇൻ പേഴ്സൺ ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ സ്ഥാപനത്തിനെ പഠിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു മോഡ്യൂൾ ഉണ്ടാക്കി അത് ഡിസ്കസ് ചെയ്ത് അതിനുശേഷം അത് ഡെലിവറി ചെയ്ത് അതിനുശേഷം അതിനൊരു ഫോളോഅപ്പ് സെഷൻ അടക്കം ചെയ്യണം. ഒരു ദിവസം കൊണ്ട് ഫോളോഅപ്പ് ചെയ്താൽ പോരാ, 3 monthsലാണ് ഞാൻ ചെയ്യുന്നത്. ഈ ടാലൻറ്റ് അക്വിസിഷൻ അല്ലെങ്കിൽ ടാലൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 3 മാസത്തെ ഷെഡ്യൂളിൽ അവനെ മന്ത്ലി അവനെ റിവൈസ് ചെയ്ത് മെൻറ്റർഷിപ്പ് കൊടുത്ത് ചെയ്യുന്നതിനാണ് ടാലൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. ഏതൊക്കെ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടാണ്? ബ്രാൻഡുകൾ ഞാനിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അഹങ്കാരമായിട്ട് തോന്നാം എങ്കിലും പറയാം, നമ്മളിവിടുത്തെ ഒരു മേജറായിട്ടൊരു 5 ബ്രാൻഡിനെ പറയുകയാണെങ്കിൽ അതിലൊരു 3 ബ്രാൻഡിൻ്റെ ട്രെയിനറാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലുലു, ഭീമയുണ്ട്, അതുപോലെ തന്നെ ജോയലുക്കാസ്, മലബാർ, മൈജി, ഇങ്ങനെയുള്ള ഒരു ഏകദേശം ഒരു 550ഓളം ബ്രാൻഡുകൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലപ്പം ഒരു 300 പേരെങ്കിലും എൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അതാണ് എനിക്ക് തോന്നുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി ചിലർ നിർത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രാഹ്മൺസ് നിർത്തിയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രാഹ്മൺസ് എന്നെ വിളിക്കാറില്ല. കാരണം ബ്രാഹ്മൺസ് ഇപ്പോൾ വിപ്രോ എടുത്തു. നിറബർ എന്നെ വിളിക്കാറില്ല. അത് വിപ്രോ വീണ്ടും അത് നിറബർ എടുത്തു. അങ്ങനെ ചില ബ്രാൻഡുകൾ ഇഗ്നോർ ആയതല്ലാതെ മേജർ ബ്രാൻഡുകളൊക്കെ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ പബ്ലിക്കലി അത്ര വിസിബിൾ അല്ല എന്നുണ്ടെങ്കിലും ഈ ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇൻ ഹൗസ് ഇപ്പോൾ പവിഴം നമ്മൾ ചെയ്യുന്നുണ്ട്, പുളിമുട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്, പിന്നെ സോണ ഗോൾഡ് സൗദി ചെയ്യുന്നുണ്ട്, നിഷ്ക എന്നൊരു ബ്രാൻഡുണ്ട് ദുബായിൽ, അത് ചെയ്യുന്നുണ്ട്, അറബ് റെഫ്രിജറേഷൻ എന്നൊരു ഖത്തറിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരൊക്കെ റെഗുലർ ട്രെയിനറാണ്.
അതൊരു മോട്ടിവേഷൻ ട്രെയിനർ എന്ന് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ എന്നെ കിട്ടില്ല. പകരം ബിസിനസ് ട്രെയിനർ കേരള എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഞാനായിരിക്കും വരുന്നത്. അത് എനിക്ക് ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് കിട്ടിയ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ബിസിനസ് ട്രെയിനർ കേരള അടിക്കുവാണെങ്കിൽ ജയപ്രകാശ് ബാലനായിരിക്കും വരുന്നത്. ഞാൻ JP 2.0 എന്ന് എവിടെയോ കണ്ടിരുന്നു. എന്താ അത്? നമ്മളിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റം വേണ്ടേ. അപ്പോൾ നേരത്തെ നമ്മൾ ജെൻസി പറഞ്ഞില്ലേ, ഈ ഇന്ന് മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് ഞാൻ പറയും. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഇന്ന് നിങ്ങളുടെ ബിസിനസ് കോമ്പറ്റീഷൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറയുവാണ്. ഇന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മളൊരു MBA എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സീരിയസ്ലി? അപ്പം ആ ബിസിനസ്സിലേക്ക് ഒന്ന് ഫോക്കസ്ഡ് ആക്കുക. അതായത് ഓരോ ഇൻഡിവിജ്വൽസും അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയിലേക്ക് ഫോക്കസ്ഡ് ആകുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് 2025 റെവല്യൂഷൻ ഫോർ 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഫോക്കസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ JP 2.0 ഞാനും ഫോക്കസ്ഡ് ആണ്. അതായത് ഒരു ഫേമിനെ തരുവാണെങ്കിൽ അവരെ കൃത്യമായി പഠിച്ചിട്ടാണ് ഒരു മോഡ്യൂൾ ചെയ്യുള്ളൂ. ആ മോഡ്യൂള് ഡെലിവർ ചെയ്തിട്ട് അതിനെ മെൻറ്റർഷിപ്പോട് കൂടെ അതിൻ്റെ എൻഡ് വരയ്ക്കും പോകും എന്നതിന് കാണിക്കുന്ന ഒരു പുതിയ വേർഷനാണ് JP 2.0. അപ്പോൾ JP 2.0 എല്ലാ ആശംസകളും നേരുന്നു. വേറെ എന്തെങ്കിലും നമുക്ക് ഒരുപാട് ടൈമായി. യെസ്. അപ്പോൾ ഇനിയും നമുക്ക് പോഡ്കാസ്റ്റ് വേറൊരു എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിമരംബരയെക്കുറിച്ചും ടാലൻസിനെ കുറിച്ചും. എനി സ്പെസിഫിക് മെസ്സേജ് യു വാണ്ട് ടു ഷെയർ ബിഫോർ വി ക്ലോസ് ദിസ് പോഡ്കാസ്റ്റ്? യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ അറിയൂ, നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇന്ന് അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അതായത് ഒരു ദിവസം നമ്മൾ ആയിരക്കണക്കിന് റീൽസ് കൂടെ കടന്നു പോകുന്നുണ്ട്. അതെ. ഓൺ ആൻ ആവറേജ് ഒരു 5 മണിക്കൂറോളം നമ്മൾ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വീഡിയോസിൽ കൂടെ ആയിരക്കണക്കിന് സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറവാണ്. നേരത്തെ ഒരു 25 വർഷം മുൻപ് അത്രയും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ തലയിലുള്ള കാര്യങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിലൊരു എക്സ്പെർട്ടൈസേഷൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി വരും. ഇന്ന് 100 കാര്യങ്ങളിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ എക്സ്പെർട്ടൈസേഷൻ വരുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ഇന്ന് മസ്റ്റായിട്ടും ഒരു ബിസിനസ്സുകാരൻ അവൻ്റെ സ്റ്റാഫിനെ കൃത്യമായിട്ട് പഠിച്ച് അവൻ്റെ സ്കില്ല്, നോളേജ്, ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്തില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വളരെ കോമ്പറ്റീറ്റീവായി നിൽക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ട്രെയിനിങ് ഇപ്പോൾ എന്നെക്കൊണ്ട് കൊടുക്കണമെന്ന് പറയാനല്ല പറയുന്നത്. ഇന്ന് ട്രെയിനിങ് എന്നുള്ളത് വളരെ ആവശ്യമാണ്. മാൻ പവറിനെ എൻഹാൻസ് ചെയ്യേണ്ടത് ഓരോ ബിസിനസ്സിൻ്റെയും ആവശ്യമാണ്. അത് ആരുടെ കൊണ്ടെന്നുള്ളതല്ല, എന്താണ് കൃത്യമായിട്ട് മാൻ പവറിന് വേണ്ടത് അതിനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ വളരുള്ളൂ. അതിലൂടെയാണ് ബിസിനസ് വളരുള്ളൂ. അതിലൂടെയാണ് സമൂഹം വളരുള്ളൂ. അപ്പോൾ സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധത ഉള്ളതുപോലെ തന്നെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ്സിനോടായിരിക്കണം. ബിസിനസ്സിനോടാണെങ്കിൽ ബിസിനസ്സിൻ്റെ മാൻ പവറിനോടുണ്ടായിരിക്കണം. മാൻ പവറിനെ എൻഹാൻസ് ചെയ്യുന്നതോടുകൂടെ അവരുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിൽ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എല്ലാവരും. അതുപോലെ തന്നെ നാടും പുരോഗതിയിലേക്ക് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്താം. താങ്ക് യു. സോ ദാറ്റ് വാസ് വെരി വണ്ടർഫുൾ JP. വളരെ ഡെപ്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. സമയം പോയത് അറിഞ്ഞില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും നമുക്ക് ഒരുപാട് ഇതിൽ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിലൂടെ ഇപ്പോൾ ഈ ഒരു AI പവർഡ് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നമ്മൾ സംസാരിച്ച കണ്ടൻ്റ് എല്ലാം ഇതിൻ്റെ ഒരു ചെറിയ സമ്മറി നമ്മളുടെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ എളുപ്പത്തിൽ വായിക്കാം. അറ്റ് ദി സെയിം ടൈം നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ പോയിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ കണ്ടൻറ്റ് അവർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഫുൾ എപ്പിസോഡ് കാണണ്ട, ഒരു എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ആൻസേർഡ്. ദാറ്റ്സ് ഹൗ ഗ്രോത്ത് ടോക്സ് വർക്ക്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ബിഫോർ വൈൻഡിങ് അപ്പ്, നിങ്ങളിപ്പോൾ കണ്ടതുപോലെ ഒരു നാടിനെ വളർത്തുന്നത് ഒരുപാട് സംരംഭകരാണ്. ഈ സംരംഭകർ എപ്പോഴും നിൽക്കേണ്ടത് ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചറിനെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരുന്നവരാണ് സംരംഭകർ. എന്നാൽ പ്രസൻറ്റിൽ അത് നടപ്പിലാക്കുന്നത് അവരല്ല, അവരുടെ കൂടെയുള്ള ടീമാണ്. ഈ ടീം പലപ്പോഴും പാസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിൽക്കുന്ന അവരെ എംപവർ ചെയ്ത് ട്രെയിൻ ചെയ്ത് പ്രസൻറ്റിലേക്ക് കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്ത് അവിടെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു മോഡൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ ബിസിനസ്സിന് വീണ്ടും അടുത്ത സ്റ്റെപ്പ് ഓഫ് ഫ്യൂച്ചറിനെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ വർക്ക് ചെയ്യുന്നവരാണ് JPനെ പോലുള്ള ട്രെയിനേഴ്സ്. ഒരു കമ്പനിയെ എടുത്ത് അവരുടെ ഫ്യൂച്ചറിനെ മനസ്സിലാക്കി, പ്രൊഡക്റ്റിനെ മനസ്സിലാക്കി, സ്ട്രക്ചർ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഒരു കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് സംരംഭകൻ്റെ അഭാവത്തിലും ആ സംരംഭത്തെ അവരാഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നാടിന് വേണ്ട പോലെ മാർക്കറ്റിന് വേണ്ട പോലെ പഠിപ്പിച്ച് കൂടെ നിലനിർത്തി സപ്പോർട്ട് ചെയ്യുന്ന ഇവരെ പോലുള്ള ഒരു സർവീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ബിസിനസ്സിനും നമ്മുടെ നാടിനും ഒരുപാട് പേരുടെ ജോലിക്കും
ഫ്യൂച്ചറിനും ഒക്കെ ആവശ്യമാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. സുബിലാൽ സൈനിങ് ഓഫ് ഗ്രോ ടോക്സ്.